പേഴ്സണൽ വീക്ക്നെസ്. ഇപ്പൊ അങ്കിത പറഞ്ഞ ഈ ഒരു വീക്ക്നെസ് ആയിരിക്കാം, പക്ഷെ അത് നമ്മുടെ ഇന്റർവ്യൂവിന് അറിയണം. നമുക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമല്ലാന്നും കുറെ നേരം ഒരു സ്ഥലത്ത് ഇരിക്കേണ്ടെന്നും ആ ഒരു ജോബിനായിട്ട് അതിനെന്താണ് ഒരു ബന്ധം? Okay, and I had this student tell me right now that, I don't have any weakness. But if you'll tell me what my weakness is, I will work on this. Your answer endana issue? That you're not self-aware. നിങ്ങൾക്ക് എന്താണോ പ്രശ്നം അത് വേറൊരാൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നാലേ നിങ്ങൾക്ക് അറിയുള്ളൂ. Is that a good quality to have? No. And there was this one person who told me that, she's a perfectionist. Okay? ആ ഒരു വർക്ക് കിട്ടുന്നവരെ ഞാൻ അതിനുവേണ്ടി വർക്ക് ചെയ്യും. ദാറ്റ് ഇസ് എൻ ഓക്കെ ആൻസർ. സോ വാട്ട് ആർ യു വീക്ക്നെസ്സിലുള്ള ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ജസ്റ്റ് സ്റ്റാൻഡ് അപ്പ് ആൻഡ് സേ ഐ ഹാവ് നോ വീക്ക്നെസ്, ഐ വാസ് ബോൺ വിത്തൗട്ട് എ വീക്ക്നെസ്, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് പേഴ്സൺ ഈസ് എന്താണ്, സെൽഫ് അവെയറേ അല്ല. അവർക്ക് അവരവരുടെ കാര്യം പോലും അറിയില്ല. എന്ന് വെച്ച് നിങ്ങൾ ഒരു UAE ടാക്സേഷൻ സ്റ്റുഡൻ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ you should be very much focused on the current taxation updates. You should be quite detail oriented. അല്ലേ? ഒരു ചെറിയ തെറ്റ് പോലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ല. അതല്ലേ നമ്മുടെ ജോലിക്ക് ഏറ്റവും പ്രൈമറി വേണ്ടത്. Can you make small mistakes? നമ്മൾ ഡോക്യുമെന്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഇതിന്റെ മൈന്യൂട്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ വീക്ക്നെസ് ചോദിക്കുന്ന ഉടനെ എനിക്ക് ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഇഷ്ടമല്ല മാം, ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ തന്നെ 4 കാര്യം ഉള്ളതിൽ 4 കാര്യം ഞാൻ ചെയ്യാറുമില്ല, പ്രോകാസ്റ്റിനേറ്റ് ചെയ്യും. ആൻഡ് മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഐ ഡു നോട്ട് ഫോക്കസ്. ഇങ്ങനത്തെ ഒരു വീക്ക്നെസ് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് മുമ്പ് എന്നോട് പറഞ്ഞ പോലെ വീക്ക്നെസ് പറഞ്ഞാൽ it is going to be a bad thing for me. Yes. So how to actually tackle this question? ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ടാക്കിൾ ചെയ്യാം? നമ്മൾ ഏതൊരു ജോലിക്കാണോ കൊടുക്കുന്നത് ആ ജോലിനെ ബാധിക്കാത്ത ഒരു വീക്ക്നെസ് വേണം പറയാനായിട്ട്. ഓക്കെ, ആൻഡ് there are many weaknesses like that. For example, you are UAE taxation students. You do not need to be proficient public speakers. Do you need to be proficient public speakers? നിങ്ങളുടെ ജോലിക്ക് പബ്ലിക് സ്പീക്കിംഗ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണോ? പക്ഷെ I am a interview readiness expert. Do I need communication in my resume? Yes, I need to be able to speak really well. അപ്പൊ ഞാൻ എൻ്റെ ഇന്റർവ്യൂവിന് പറയാണ്, ഐ എം സമ്മൺ ഹൂസ് റിയലി സ്കെയർഡ് ഓഫ് എ ക്രൗഡ്. ഐ കനോട്ട് മാനേജ് എ ക്രൗഡ്. ഐ കനോട്ട് ടോക്ക് ടു സമ്മൺ. എനിക്ക് അപ്പൊ തന്നെ പേടിയാവും. ക്യാൻ ഐ സേ ദിസ് ആസ് എ വീക്ക്നെസ്? നോ. ബട്ട് യു ക്യാൻ സേ ദിസ് ആസ് വീക്ക്നെസ്. പേടിയാവുന്നല്ല, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ അത്രയും പ്രൊഫിഷ്യൻ്റ് അല്ല എന്ന് നിങ്ങൾക്ക് വീക്ക്നെസ് ആയിട്ട് പറയാം. കാരണം നിങ്ങളുടെ ജോബ് റോളിന് ഡയറക്ട്ലി അഫക്റ്റ് ചെയ്യാത്തൊരു സ്കിൽ ആണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദി പ്രൈമറി സ്കിൽ ഫോർ യുവർ ജോബ് റോൾ. ഇസ് ദാറ്റ് അണ്ടർസ്റ്റുഡ്? പക്ഷെ നിങ്ങൾ what students do is, what is your weakness? So the student answers, I'm really poor at communication. I feel very scared talking in front of a crowd, and that is also a reason why I could not clear many interviews. ഈ ഒരു ആൻസറിന് എന്താണ് പ്രശ്നം? ഒന്നും അറിഞ്ഞൂടാത്ത പോലെ. ഓക്കെ, so what you can do is, one second. What you can do is, നമ്മുടെ വീക്ക്നെസ്സിനെ മെൻഷൻ ചെയ്യുക. ഒരിക്കലും എനിക്ക് വീക്ക്നെസ് ഇല്ലാന്നോ വീക്ക്നെസ് എന്താന്ന് എനിക്ക് അറിയത്തേ ഇല്ല അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് പറയരുത്. സേ യുവർ വീക്ക്നെസ്. വീക്ക്നെസ് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ വീക്ക്നെസ് പറയുമ്പോൾ ഇറ്റ് ഷുഡ് നോട്ട് ബി ഡയറക്ട്ലി ലിങ്ക് ടു യുവർ ജോബ് റോൾ. ആൻഡ് ഡോണ്ട് ഗോ ആൻഡ് ഇലാബറേറ്റ് യുവർ വീക്ക്നെസ്. ഓക്കെ, എനിക്ക് ജോലി കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല, ഞാൻ കുറെ. Nobody wants to know your sad story. You can just say your weakness. I'm improving my communication skills. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷനിൽ ഒരു ഇഷ്യൂ ഉണ്ട്, പക്ഷെ നിങ്ങൾ I am bad at it, I'm really bad, I don't know how to handle it അങ്ങനത്തെ വേർഡ്സ് പറയാതെ I'm improving my communication skills എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്, പക്ഷെ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഐഡിയ കിട്ടി. ഇനി നിങ്ങൾ ഇത്രയും പറഞ്ഞ് നിർത്തരുത്, നിങ്ങൾ എങ്ങനെ അതിനെ ഇംപ്രൂവ് ചെയ്തു. Okay, I have a problem with my communication skills. I have joined a speaking course. അല്ലെങ്കിൽ I'm speaking in English with my colleagues. And that is how I have gained some confidence in that. ഈ ഒരു വീക്ക്നെസ് പറയുന്നതിൽ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾക്ക് പേഴ്സണലി അത് എഫക്റ്റ് ചെയ്യുന്നില്ല. ആൻഡ് ദി ഇന്റർവ്യൂവർ ഓൾസോ ഫീൽസ് ദാറ്റ് ഓക്കെ, ഹി നോസ് വാട്ട് ഹിസ് സെൽഫ് അവെയർ ആണ്. ഓക്കെ, എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കി ആൾ അതിനെക്കുറിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. That is how you have to answer this question. And that brings me to my point that communication അറിഞ്ഞിട്ട് മാത്രം കാര്യമില്ല, ഒരു ആൻസറിനെ എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്നും നമുക്കൊരു ഇന്റർവ്യൂ വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്.
ഉള്ള സത്യങ്ങൾ പറഞ്ഞു. സത്യങ്ങളെ നമ്മൾ എങ്ങനെ എന്താണോ ശരി അതിനെ പ്രൊജക്റ്റ് ചെയ്യുക, നമ്മുടെ ക്വാളിറ്റീസിനെ, ഈവൻ ഇഫ് ഇറ്റ് ഇസ് ദാറ്റ് എ വീക്ക്നെസ്, പ്രൊജക്റ്റ് ഇറ്റ് ഇൻ എ ബെറ്റർ വേ. ഓക്കെ, all right, so that is what we were talking about. Accepting what you know and what you are still learning. Okay, don't say I don't have a weakness. Okay, somebody might, there's a common interview question like, you know, I have no why were you having this career gap? Ee career gap ninge endukonde undu. Okay, അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ യു ആർ എ ഫ്രഷർ, നിങ്ങൾ എല്ലാവരും ഫ്രഷേഴ്സ് ആണ്. ഓക്കെ, സോ യു ഡോണ്ട് ഹാവ് എ വർക്ക് എക്സ്പീരിയൻസ്, സോ വൈ ഷുഡ് വി ചൂസ് യു? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? സോ യു ഷുഡ് ഓൾവേസ് ബി ആൻസറിങ് ദീസ് ക്വസ്റ്റ്യൻസ് ഇൻ എ വേ ദാറ്റ് ഇറ്റ് ഇസ് പോസിറ്റീവ്. ഓക്കെ, അപ്പം നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങളൊരു ഫ്രഷർ ആണ്, നിങ്ങൾക്ക് ഇത്രയും വർക്ക് എക്സ്പീരിയൻസ് ഇല്ല, സോ വൈ ഷുഡ് വി ഹയർ യു? അപ്പം നിങ്ങൾ ശരിയാ, എനിക്ക് ഇല്ല, എനിക്ക് അറിയില്ല സർ, ഞാൻ പക്ഷെ ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യാം. ഇങ്ങനെ പറയുമ്പോൾ ഇന്റർവ്യൂവർ നിങ്ങളുടെ ഈ ഒരു ആൻസർ കേട്ടിട്ട് ഹി ഈസ് നോട്ട് കോൺഫിഡൻറ്റ് അബൌട്ട് യു, ബട്ട് യു വിൽ സേ സർ ഐ മൈറ്റ് not have a work experience, but you can see that, you know, I have so and so internship experience where I have done these many things in my internship. I have attended many upskilling programs like the CPD program itself. Yes, in the Taha sir CPD program ne kurichu samsarichirunnu. Yes, that you can say in your resume that I have KHDA approved this thing. I have attended many CPD programs also. I'm someone who's constantly working on upskilling myself. ഈ ഒരു ആൻസർ നമ്മൾ പറഞ്ഞ കാര്യം സെയിം തന്നെയാണ്, ശരിക്കും നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല, പക്ഷെ ഹൗ ഡിഡ് യു സേ ഇറ്റ്? യെസ്, യു പ്രസന്റഡ് യുവർ സെൽഫ് ഇൻ എ ഡിഫറെന്റ് വേ അല്ലേ? ക്ലിയർ ആണോ? Did you understand my point? നമ്മൾ പറയുന്ന കാര്യങ്ങൾ always sell yourself more. Say it in a way that they feel like, okay, this guy has done something. Okay, there might be weakness, there might be shortcomings, and that is very natural. But how you're presenting that weakness, how you're talking about that weakness, that is what matters. Okay. കമ്മ്യൂണിക്കേറ്റിംഗ് ഓണസ്റ്റ്ലി ആൻഡ് ക്ലിയർലി. ഇവിടെ ഓണസ്റ്റ്ലി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീക്ക്നെസ് എല്ലാം പ്ലെയിൻ ആയിട്ട് പറയാനല്ല, ബട്ട് മേക്ക് ഷുവർ ദറ്റ് യു ആർ ഹാവിങ് എ വെരി ജെനുവിൻ കോൺവെർസേഷൻ. യെസ്, യു ആർ നോട്ട് സെയിങ് സംതിങ് ഫൂളിഷ്, ബിക്കോസ് സി ഒരു ഇന്റർവ്യൂവർ ഈ ഒരു ജോലി ചെയ്യുന്നത് കുറേ നാളായിട്ട് ആൾ ചെയ്യുന്ന ഒരു വർക്കാണ്. ഹി ഹാസ് ക്വൈറ്റ് നോളജ് ഓൺ ദിസ്. സോ ഇഫ് യു ഫീൽ ലൈക്ക് യു ക്യാൻ സേ സംതിങ് ആൻഡ് ജസ്റ്റ് ഗെറ്റ് അവേ വിത്ത് ഇറ്റ്, വിൽ ദാറ്റ് ബി ഓക്കെ? നിങ്ങളിപ്പോൾ ഒരു 4 ഇന്റേൺഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ ഡു യു തിങ്ക് ഹി വിൽ നോട്ട് നോ? He or she will not know. They will definitely learn. Okay, so it's better to say the most honest thing and present yourself in a very smart way. Don't endana showing off or being overconfident. I'll be saying that overconfident aiko, but in a way that it does not harm you. Okay, sometimes the interviewer might feel okay, Ankita, can you please tell something about this? Ingane chodikkanengil, sir, that is already in my resume. സാറിൻ്റെ അടുത്ത് റെസ്യൂമേ ഉണ്ടല്ലോ, ഞാൻ ഓൾറെഡി റെസ്യൂമേയിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു ക്ലാരിറ്റി, ഓക്കെ, ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ ദിസ് പാർട്ട്? സർ, ഐ ഹവ് ഓൾറെഡി സെഡ് ദാറ്റ് ഇൻ മൈ സെൽഫ് ഇൻട്രൊഡക്ഷൻ. Now that is overconfident. You're here, so whenever you're sitting for an interview, be very humble and normally ഒരു നോർമൽ രീതിയിൽ സംസാരിക്കുക. ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആവേണ്ട ആവശ്യമില്ല. നമുക്ക് വർക്ക് ആവുന്ന ഒരു ഓവർ കോൺഫിഡൻസ് മതി. പ്രിറ്റൻഡിങ് ടു നോ എവറിഥിങ്. ഓക്കെ, എനിക്ക് വീക്ക്നെസ് ഇല്ല, ഞാൻ വീക്ക്നെസ് കണ്ടിട്ടില്ല. ഓക്കെ, ഇതിനെക്കുറിച്ച് എനിക്ക് എല്ലാം അറിയാം. ഇഫ് യു ഡോണ്ട് നോ സംതിങ് അബൌട്ട് ഇറ്റ്, ബി ക്വൈറ്റ് പ്ലെയിൻ അബൌട്ട് ഇറ്റ് ദാറ്റ് യു ഡോണ്ട് നോ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. Then speaking loudly or rushing answers. Okay, you don't have to shout or scream at your interviewer to show that you're confident. Some students do that. Okay, so you don't have to do that. You can just speak normally and you don't have to rush answers. നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് അറിയില്ല എന്നുള്ളൊരു ക്വാളിറ്റിയാണ് നമ്മുടെ ഇന്റർവ്യൂർക്ക് തോന്നുക. ഒരു കാര്യം എന്നാൽ ഭയങ്കര മെല്ലെ പറയരുത്. Keep a normal pace. So these are things about confidence. Now, how to build this confidence? പെട്ടെന്ന് ഒരു ദിവസം be confident എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആവോ? No, it takes time. Okay, nobody is born confident. You have to build confidence. So how to build this interview confidence? First thing is prepare thoroughly. Okay, നമുക്കുള്ള ക്വാളിഫിക്കേഷൻസോ നമ്മൾ റെസ്യൂമേയിൽ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു നല്ല ഐഡിയ ഉണ്ടാവണം. ഓക്കെ, നിങ്ങൾ പഠിക്കുന്ന ഇപ്പോൾ നിങ്ങളുടെ ടാക്സേഷൻ ലോസ് ആണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ്സ് ആണെങ്കിലും യു ഷുഡ് ബി വെരി ക്ലിയർ ഓൺ യുവർ പാർട്ട്. നിങ്ങളുടെ പാർട്ടിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യം യു ഷുഡ് ബി കോൺഫിഡൻറ്റ്. നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ ഇഫ് ഐ ടെൽ യു ഇൻ എനി അവർ ഓഫ് ദി ഡേ പ്ലീസ് ടെൽ മീ ABCD, നിങ്ങൾക്ക് ABCD പറയാൻ പറ്റില്ലേ? നിങ്ങൾ അവിടെ പേടിച്ച് മാറി നിൽക്കുകയോ ABCD ചോദിക്കും. നോ, ആൻഡ് വൈ ഇസ് ദാറ്റ്? ബിക്കോസ് നമ്മൾ കുഞ്ഞിലെ തൊട്ട് പഠിക്കുന്നതാണ് ഫസ്റ്റ് തിങ്. സെക്കൻഡ്, യു നോ ഇറ്റ്.
നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. യെസ്. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് നമ്മുടെ സബ്ജക്റ്റിന്റെ മേളിലുണ്ടാവണം. ഓക്കെ, നമ്മുടെ ജോലിയിൽ ഈ ഒരു കാര്യം വരും, അതിനെക്കുറിച്ച് നമുക്ക് കോൺഫിഡൻസ്. ഇഫ് യു ഹാവ് ടു ഹാവ് കോൺഫിഡൻസ്, യു ഹാവ് ടു സ്റ്റഡി അബൌട്ട് ഇറ്റ് thoroughly. സോ ഫസ്റ്റ് നോ യുവർ സബ്ജക്റ്റ് റിയലി വെൽ. ഓക്കെ, അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് game you have won, because most of the times for your job specifically they'll be asking a lot of technical questions ആയിരിക്കും കുറച്ചും കൂടെ കൂടുതൽ ചോദിക്കുക. അപ്പോൾ ടെക്നിക്കൽ കാര്യങ്ങൾ പഠിച്ചില്ലെങ്കിൽ അത് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. യെസ്, അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറയും. സോ മേക്ക് ഷുവർ that when you go for an interview, from your point of view, you are very much confident about your technical things. Is that clear? Okay, and then research the company, the job role and required skills. Okay, നമ്മുടെ when you are going for an exam, okay, ഒരു UPSC exam എഴുതുന്നതിന് മുമ്പേ should you know about the syllabus or the interviewer? Okay, ഞാൻ ഒന്നുകൂടി ഫ്രെയിം ചെയ്യാം. നമ്മളൊരു I think Mini ma'am has also said this once. Okay, I saw a reel of hers where she specifically mentions it. Students, what they do is അവരുടെ preparation മാത്രം കാണത്തുള്ളൂ. ഞാൻ ഈ ഒരു കോഴ്സ് പഠിച്ചിട്ടുണ്ട്, ഞാൻ ഈ ഒരു ക്വാളിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്, so I should definitely get this job. And what is wrong with this concept is നിങ്ങൾ ഇന്റർവ്യൂവറിന്റെ പെർസ്പെക്റ്റീവിനെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. You have not even thought about the interviewer's perception. ശരിക്കും ഇന്റർവ്യൂവറിന് എങ്ങനത്തെ കാൻഡിഡേറ്റിനാണ് വേണ്ടത്, ഈ ഒരു കമ്പനിക്ക് എങ്ങനത്തെ ഒരു കാൻഡിഡേറ്റിനാണ് വേണ്ടത്, വാട്ട് ഈസ് ദിസ് കമ്പനി ആസ്കിങ് ഫ്രം മീ? You have not even thought about it. You feel, okay, I have bought 5 apples and this would do, but maybe that market needs 50 apples. So are you thinking about the market? Okay, whenever you're going for an interview, you should not think about your preparation, but you should think about what the interviewer wants. Nammade perspective or nammade oru preparation, or it should not start from our perspective, but rather who is going to take the interview. അതുകൊണ്ടാണ് കമ്പനീനെ കുറിച്ച് അറിയണമെന്ന് ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത്. ആ പെർട്ടിക്കുലർ കമ്പനിക്ക് ശരിക്കും ഇപ്പം എന്താണ് ഇഷ്യൂ, അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ കമ്പനിക്ക് ഈ ഒരു ജോബ് റോളിന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്കറിയണം. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ സ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ റോൾ ആണ് ആ ഒരു കമ്പനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ റോളിൻ്റെ അടുത്ത് വേണ്ടത്. ആ രീതിയിൽ വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോവാൻ. ഓക്കെ, എന്താണോ ആവശ്യം എന്ന് മനസ്സിലാക്കിയിട്ട് just fill the gap. Okay, like this is all what I have got and please take me. No, they will not do that. Is that understood? Is it clear to all of you? Okay, then the job role and the required skills. Okay, so from your part, what you have to do, you have to first work on your technical skills. You have to know about the company, in the sense you have to know from the employer's side what they want, and whatever skills are necessary for your job role, you should have a quiet knowledge on that. So that is how you build confidence. പിന്നെ പ്രാക്ടീസ് മോക്ക് ഇൻ്റർവ്യൂസ്. മോക്ക് ഇൻ്റർവ്യൂസ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ്? നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂ 2 ചോദ്യം ഡിസ്കസ് ചെയ്തു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു എൻവയറമെൻറ്റ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ്? യെസ്, 1 second. യെസ്, ഓക്കെ, കുറച്ചും എങ്ങനെ ക്വസ്റ്റ്യൻസിന് ഡീൽ ചെയ്യാന്ന് അറിയാം, കംഫർട്ട് ആവും. യെസ്, ഡെഫിനറ്റ്ലി. യെസ്, പറഞ്ഞോളൂ. യെസ്, എക്സാക്ട്ലി. നമുക്കൊരു ഇന്റർവ്യൂവിന് പോകുന്നതിൻ്റെ മുമ്പേ ഒരു മോക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അറ്റൻഡ് എ മോക്ക് ഇന്റർവ്യൂ ബിക്കോസ് യു വിൽ നോ വാട്ട് കൈൻഡ് ഓഫ് തിങ്സ് ടു എക്സ്പെക്ട്. ഓക്കെ, നിങ്ങളുടെ ജോബ് റോളിൽ നിങ്ങളുടെ ഈ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ ദാറ്റ് വിൽ ബി a bit better. You will feel less nervous on the day of your interview. അല്ലേ, നിങ്ങൾക്ക് അറിയാം ഓൾറെഡി ഇത് ഇങ്ങനെ ആയിരിക്കും എൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടാവുക, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യണം. If there is a mentor for you and they'll help you for that, you will be a bit relaxed on the day of your interview. So make sure that if you're going for an interview, do some mock interviews. Okay, it will be good for your own sake and you will feel more confident before going for your interview. Then know your strengths, be clear about your skills, achievements and value. നമ്മുടെ അടുത്ത് ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവില്ലേ, എന്താണോ നമുക്ക് നല്ലോണം അറിയാം അത് എപ്പോഴും പ്രൊജക്റ്റ് ചെയ്യാൻ നോക്കുക. വാട്ട് എവർ യു നോ ബെസ്റ്റ്, വാട്ട് ആർ യുവർ സ്കിൽസ് വിച്ച് യു ആർ കോൺഫിഡൻറ്റ് അബൌട്ട്, ടോക്ക് അബൌട്ട് ദിസ് മോർ. ഓക്കെ, ഇഫ് യു ആർ someone, in the CPD program that happened just before, right now, they talked about a lot of things. Nammada subject ne kurichu, if you're someone who knows your subject really well, so make sure that you say a lot about that. Nammal kore nammada subject ne kurichu samsarichu kayinal follow up questions aa oru subject thanne aayirikkum.
If you try to say something you're not aware of, for example, resume students കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമുക്ക് chat GPT, we have Google Gemini making us resumes for us. അല്ലേ, നമ്മുടെ resume ഒക്കെ ഓൾറെഡി AI generated resumes ആണ് എല്ലായിടത്തും ഉള്ളത്. ഫസ്റ്റ് ലൈനിൽ എഴുതിയ കാര്യങ്ങൾ തന്നെ സ്റ്റുഡൻസിന് അറിയില്ല. റെസ്യൂമെ അയച്ചു കൊടുക്കുന്നു, the employer might be seeing your resume and will be asking, okay, so you've mentioned you know this particular software, can you talk about it? Sir, actually എനിക്കത് അറിയില്ല, ഞാനിത് കൊടുത്തപ്പോൾ അതിൻ്റെ ഒപ്പം വന്നതാണ്. You should not say things like that. So whatever you're going to give in your resume, you should have quite knowledge about it. നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മുടെ റെസ്യൂമെയിൽ കൊടുക്കുക, first of all. Second of all, whatever you know are your skills, as I told before, an interview is not an interrogation, but it is basically a conversation. So whatever you know, say those things first. നമുക്കറിയാത്തൊരു കാര്യത്തിനെ കുറിച്ച് നമ്മളായിട്ട് see, the interviewerന് നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയില്ല. The interviewer does not know everything about you. You only know that, okay, എനിക്ക് ഈ ഒരു ആസ്പെക്റ്റിനെ കുറിച്ച് അറിയത്തില്ല, so don't talk about it. Okay, എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ you're like, ഞാൻ പറയൂല, എനിക്കറിയില്ല. Not in that sense. Whatever you know, try to say, speak more of it. നിങ്ങൾക്ക് അറിയുന്ന നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ് ആണ് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ കൂടുതലും സംസാരിക്കുക. അപ്പോൾ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസും ആ ഒരു ഏരിയയിൽ തന്നെ ആയിരിക്കും. ആൻഡ് I would like to ask you, if somebody has asked you a question, interviewer has asked you a question and you know absolutely nothing about it, നിങ്ങൾക്ക് ഒന്നും അറിയില്ല, ആ ചോദ്യം എന്താണെന്ന് അറിയില്ല, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക? I want somebody to say an answer to this. Okay, I have asked some question and you have zero idea about that question. നിങ്ങൾ ആ ടേം കേട്ടിട്ടേ ഇല്ല, ഏതോ ഒരു ടേം. So what will you say as an answer? Sorry sir, I don't know. Okay, I didn't get your point. Okay, yes, very good. നമുക്കൊരു ചോദ്യം അറിയത്തില്ലെങ്കിൽ, I had this one student, I asked her a question in a mock interview and she is like, for half a minute she did this. അത് കഴിഞ്ഞിട്ട് yes, you going to answer? Don't know ma'am. അപ്പോൾ ഈ അരമണിക്കൂർ കാണിച്ച ഈ സംഭവം ടോട്ടലി സ്കിപ്പ് ചെയ്യായിരുന്നു. യെസ്, if you hear the question and you know absolutely nothing about it, you will directly say this to your interviewer. Don't take half a minute, half an hour and just keep thinking. If you don't know something, just directly say, sorry sir, I don't know this question. I will definitely read on it and I'll get back to you on this. അങ്ങനെ കറക്റ്റ്ലി അപ്പം തന്നെ അതിൻ്റെ റിപ്ലൈ കൊടുക്കുക. ഡോണ്ട് ടേക്ക് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് വേസ്റ്റ് ദി ഇൻ്റർവ്യൂവേഴ്സ് ടൈം ആൻഡ് യുവർ ടൈം ഓൾസോ. ഇസ് ദാറ്റ് ക്ലിയർ? ഇഫ് യു ഡോണ്ട് നോ എ ക്വസ്റ്റ്യൻ, just say it promptly that I don't know answer to this question. Okay, then learn from mistakes, treat failures as learning opportunities. You might go for certain interviews and you might not clear that interview, so whenever you come back after an interview, reflect on the questions. Okay, എന്നോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ആൻസർ ചെയ്തത്. മേ ബി നമ്മളെപ്പോഴും നമ്മുടെ ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റിൽ നമ്മൾ കുറേ ശ്രദ്ധിക്കും, but there are other aspects. We'll be talking about body language right now. So whatever mistakes you do, make sure that you think about what mistakes you've done and you take it as a stepping stone to further interviews. Okay, then replace self-doubt with confidence boosting thoughts. And always നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കണം. യു ഷുഡ് ഹാവ് എ പോസിറ്റീവ് സെൽഫ് ടോക്ക്. അല്ലാതെ എനിക്കിതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു ജോലി കിട്ടില്ല. സോ whatever interview you're going, okay, even if there are 60 people out there, be very confident from your end that you can do this. We all want a job. Yes, we all want to land on a very good job with a good salary. So what you can do is be very confident on your skills. ഒരു 10 people നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഓക്കെ എനിക്ക് ഇത്ര ക്വാളിഫിക്കേഷൻസ് ഇല്ല, എന്നെ ആരും സെലക്ട് ചെയ്യില്ല, അങ്ങനെ ഒരു നെഗറ്റീവ് തോട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് വരേണ്ട ആവശ്യമില്ല. ഇസ് ദാറ്റ് ക്ലിയർ? Okay, now we are going to do the fun part. We have 3 candidates here. Okay, and the question is, whose body language says hire me? Okay, ഈ കൊടുത്തിരിക്കുന്ന 3 കാൻഡിഡേറ്റ്സിനും സെയിം ക്വാളിഫിക്കേഷൻ ആണ് ഉള്ളത്. ഓക്കെ, they have same qualifications. ഒരു മാറ്റമില്ല, അവരുടെ 3 പേരുടെ resume is identical, just their names are different. Okay, but who is that one candidate? ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇന്റർവ്യൂവർ ആവാനുള്ള ഓപ്പർച്യൂണിറ്റി ആണ് കിട്ടാൻ പോകുന്നത്. So you have to tell me which candidate will you select.
Okay, ആരുടെ ബോഡി ലാംഗ്വേജ് ആണ് നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? That please select me. Okay, so we will have a discussion on it after seeing the videos of these 3 candidates. ഈ videos silent videos ആണ്, അവർ ചെയ്യുന്നത് മാത്രമേ നമുക്ക് കാണുകയുള്ളൂ. So analyze candidate 1, candidate 2 and candidate 3, and after that you will tell me which candidate you will select and why. Is this activity clear? Yes. All right. Candidate 1. ഇതിന് ഓഡിയോ ഇല്ല കേട്ടോ. Candidate 1 എല്ലാവരും കണ്ടു? This is candidate 2. Everyone has seen candidate 2 also? Candidate 3. Okay, so we all have seen the 3 candidates. Okay, now I'm going to ask questions. Okay, all right, so who all think, okay, which is your favorite candidate? Ningal aariyanu edukka? Candidate 3. Okay, all right, so why will you not select candidate 1 or 2? Ningal endukondu 1 and 2 candidate ne dismiss cheyidu? Anyone? Unwanted gestures. Okay, pinne Not in a proper manner. not in a proper manner. Okay, there was no eye contact, lack of confidence, dressing very good. Then എന്തൊരു കുറ്റാണ് ഒരു 2 കാൻഡിഡേറ്റ്സിന്റെ മേളിൽ നിങ്ങൾ കണ്ടുപിടിച്ചത്? The interviewer is also doing that with you. Okay, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഇന്റർവ്യൂവിൽ പോകുമ്പോൾ you should think from the point of an interview. Now when you got the opportunity to be an interview, നിങ്ങൾ അതിന്റെ qualifications നോക്കിയോ? Maybe this person is really good at his job or her job, but you are like, ഇല്ല, dress code ശരിയായില്ല, അറിയിക്കോ? Yes, yes. So whenever you're going for an interview, body language is very, very important. നമ്മുടെ candidate 1ന്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, she's too formally dressed for an interview. She's too casually dressed for an interview. Or interview, who wears a hoodie to an interview? Tell me. Yes. So whenever you're going for an interview, you should be wearing a very formal attire. Yes, a very formal attire. And which neon green shirt. Is that okay? Fluorescent pink. Florals in my shirt. A dupatta with long earrings. Can you wear that? Okay, so what is an appropriate dress for an interview? Yes? Parnolu? Light shirt. Then? Pinne? Light shirt, dark pants. Okay? Pinne? A tie? Tie kidno. I'm atre veno nokke. Atre veno tie ke veno. Or a formal attire, yes, you can totally skip on the tie if you feel it's too much. But basically, whenever you go for an interview, you should be wearing something formals. For men, you should be wearing something formal in the sense fluorescent pinkum and then a neon bright sneakers on the board. Make sure that you're wearing something very formal. You can don't wear t-shirts, wear a shirt, okay, a proper shirt. Kore designs or patterns or a shirt idardu, wear something a solid color. And solid color which is basically a formal color. Okay, a formal color, for example, dark blue or maybe a maroon. Okay, such formal colors you can wear for an interview. And for women, you can wear shirt too if you are comfortable wearing a shirt. If you're going to wear a churidar or something, you can wear a solid color. Kore prints or
എന്താണ് പ്രിന്റ്സ് ഉള്ള ഡ്രസ്സസ് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഓക്കെ, so that is first thing that we get from the candidate 1. And second, she's too casual. അല്ലെ, ആളുടെ body language എങ്ങനെയാണ്? She's laughing, she's moving. No, you sit somewhere like candidate 3 and you answer in a very normal way. You don't move that much. If you were going for a dance audition, then candidate 1 applum out ayane, പക്ഷേ that kind of body language would be okay. So whenever you're going for an interview, you should be like candidate 3. You should sit straight. Okay, you will not be leaning on your desk. Will you be leaning on your desk? Yes. നമ്മൾ ഡെസ്കിൽ ഇങ്ങനെ കിടക്കുകയാണോ ചെയ്യുക? അല്ല. Are you slouching on your chair like most of you are sitting here? Are you going to slouch in your chair? No, you're going to sit straight, okay, with your shoulders upright like candidate 3. Okay, then you should be keeping your chin up. What happens is, നിങ്ങളോട് ഇന്റർവ്യൂവിൽ ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ കുറച്ചു മുമ്പേ ഒരു കാൻഡിഡേറ്റിനെ കാണിച്ചില്ലേ? Don't do that. If you don't know an answer to your question, പണ്ട് വൈവയ്ക്കൊക്കെ പോകുമ്പോൾ ഓംസ് ലോ ഇങ്ങനെ ഇരിക്കരുത്. Don't look under the table or up there. Somebody is sitting in front of you. അവരെ നോക്കിയിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. Make sure that you're keeping eye contact. One quick question. You're giving a panel interview. In the sense, there's an interviewer, and there are 2 people from the management. And only these 2 people are talking to you. Okay, ഇവർ രണ്ടുപേരും മാത്രമേ നിങ്ങളോട് സംസാരിക്കുന്നുള്ളൂ. These 2 people are there for observation. And this person has asked you a question. അപ്പോൾ നമ്മൾ ആരെ നോക്കിയിട്ടാണ് ഉത്തരം പറയുക? Okay, I will be the candidate. ഞാനാണ് candidate. 1, 2, 3, 4. Okay, people are sitting here like this. This person has asked me this question. So ഇയാൾ ആൻസർ ചോദ്യം ചോദിച്ചപ്പോൾ will I be just answering like this? അപ്പോൾ ഇവരോ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നതോ? യെസ്, പോസ്റ്റ് എന്നൊക്കെ. No, yes, exactly. അവരവിടെ ഇരിക്കുന്നത് നമ്മളെ കേട്ടാണ് അവരിയ്ക്കുന്നത്. So you cannot totally ignore these people. You will start your answer by looking at this person, and then you will say the rest of your answer by looking at everyone else. If I'm, for example, taking this webinar and I'm like, yes, we are going to talk. What about the rest of these people? നിങ്ങൾ വിചാരിക്കില്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, we are also here for this webinar. So you want me to keep an eye contact with all of you. Okay, maybe not directly look into your eyes and make you uncomfortable. Some students do that. They're like, ഒരു ഇന്റർവ്യൂവിന് ഇഷ്ടമായി. Yes, ma'am. Don't do that. Make sure that you're keeping eye contact with everyone in the room. Sometimes keeping an eye contact might be a bit scary. ഇപ്പൊ നിങ്ങളോട് ഒരാൾ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ you might feel അയ്യോ കണ്ണടക്കണം. Yes, so if you cannot look into someone's eyes directly, you can look at their face also, but make sure that you're looking at them. ഇവിടെ ഇന്റർവ്യൂ നടക്കുന്നു, നിങ്ങൾ yes ma'am, you're looking at the wall, you're looking here, you're looking down. Don't do that. If an interviewer is sitting in front of you, please look at them and answer. Eye contact is very, very important. When you keep eye contact, it makes us feel that, you are very confident. നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തപ്പോഴാണ് നമ്മൾ eye contact maintain ചെയ്യാത്തത്. Okay. And second, what is the problem with candidate 2? Candidate 1, okay, നമ്മൾ അപ്പം തന്നെ ഡിസ്മിസ് ചെയ്തു. Candidate 2 is okay. I'll show once again. ഒന്നുകൂടി candidate 2. എന്താണ് ഈ കുട്ടിക്ക് പ്രശ്നം? Hands are closed. Okay. No eye contact. Shoulder. Dress code. Yes, she's a bit too casually dressed for the interview. അല്ലേ, ഇന്റർവ്യൂവിന് കുറച്ചും കൂടി casually dressed ആണ്. And she is like a bit, ഒരു എനർജി ഇല്ല സംസാരിക്കുന്നതിൽ. I got this job. അങ്ങനെയല്ല. Oh my God, another interview. She's doing like this. So when you're going for an interview, she's not keeping eye contact. She's too casual in her way of approaching it. As I told you, when you're going for an interview, you should sit upright. നമ്മൾ ഭയങ്കര ഓവർ ജോഷ് ആവണമെന്നല്ല ഞാൻ പറഞ്ഞത്. What I'm saying is, you should be a bit interested. You're interested in this conversation. You want this job. ആ ഒരു level of interest നമ്മുടെ ഒരു പോസ്ചറിൽ നമുക്ക് കാണാം, which is missing from candidate 2. And candidate 3 is your selected candidate for the job. Yes, candidate 3 is sitting straight. Okay, their shoulders are upright, chin is also there. Okay, chin upright ആയിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെയോ ഒന്നും നോക്കില്ല, normal, making eye contact with everyone, and they're quite confident. Okay, so whenever you're going for an interview, you should remember these things. നിങ്ങൾ ഈ candidates ഒന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് ഇന്റർവ്യൂവിന് പോവാം. എന്നിട്ട് one tiny thing, interview was for 20 minutes. ആദ്യത്തെ 5 മിനിറ്റിൽ you are like candidate 1. എല്ലാം ഓർമ്മയുണ്ട്.
നേരെ ഇരിക്കണം, ഇങ്ങനെ ഇരിക്കണം. 5 മിനിറ്റ് കഴിഞ്ഞ് ഒരു ചോദ്യം ചോദിക്കുന്നതാണ്, അയ്യോ. You have to remember, from the time you have entered the interview room till the time you go out, you have to maintain this posture. I have so many students tell me, ma'am, I went for this interview. എനിക്ക് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു, പക്ഷെ പിന്നെ അവർ എന്തൊക്കെയോ ചോദ്യം ചോദിച്ചു. അപ്പോൾ പിന്നെ I got so tense, I forgot about it. Okay? So whenever you're going for an interview, make sure that you sit like candidate 3. Okay? Is that clear? Okay, so body language is quite important for an interview. You have to sit upright. You have to maintain eye contact. Use hand gestures. Hand gestures. Should you use hands during an interview? Yes, should you use hands during an interview? Yes, some people say yes. Okay. Can I know who's talking? Okay, all right. So whenever you're going for an interview, if you're someone who uses hands, you can always use your hands. നമുക്ക് കൈ ഉപയോഗിക്കാം, പക്ഷെ കൈ ഒരിക്കലും, imagine this is your shoulder, don't use your hands up your shoulder. ഇവിടെ കൈ ഉപയോഗിക്കരുത്, എന്നാൽ ടേബിളിന്റെ അടിയിൽ you're doing something. No, imagine that, look at me all of you, imagine that there is a box. ഇവിടെ ഒരു box ഉണ്ട്. Use your hands within the box. Your hands should not go here. Your hands should not go here. You will use your hands within this box. Is that understood? And don't make these kinds of gestures. No. You'll make soft hand gestures. Is that clear? Okay. All right. And if you're not someone who uses their hands, you can just fold your hands and keep it on the desk on your legs. Like candidate 3. Candidate 3 in hand എങ്ങനെയായിരുന്നു? ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് you can keep it on the table. Is that much clear? Okay. പിന്നെ smile appropriately. Smile. Okay, ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോൾ most of the candidates are sitting like എന്തോ ശ്വാസം മുട്ടിയിരിക്കുന്ന അവരെപ്പോഴും. Okay, എന്തോ ഒരു ചോദ്യം ചോദിച്ചു, it's as if they have seen a ghost. So please, when you are sitting for an interview, keep a pleasant smile on your face. നമുക്ക് ഒത്തിരി അറിയത്തില്ല എന്ന് നമ്മൾ പറയുന്നതിന്റെ മുമ്പേ ഇന്റർവ്യൂർക്കും അറിയാം. ഈ ഒരു ചോദ്യം എല്ലാവരും ആൾക്കാരില്ല, കാരണം അങ്ങനത്തെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആണ് നിങ്ങൾ അവിടെ ഇടുന്നത്. ചോദ്യം ചോദിച്ചാൽ don't create such kinds of faces. Okay, the interview already knows ഈ ഉത്തരം എന്തായാലും അറിയില്ല, ബിക്കോസ് അതിന്റെ ഒരു ഫേസ് കാർഡ് നിങ്ങൾ അവിടെ കൊടുത്തു കഴിഞ്ഞു. Okay, so after you hear a question, be very conscious of the kind of face you're making. Your face should be very neutral, very normal ആയിട്ടുള്ള ഫേസ് ഉണ്ടാക്കുക. ഉത്തരം അറിയത്തില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് ഇന്റർവ്യൂവർ അറിഞ്ഞാൽ മതി. Your face does not have to say that before you. Is that clear? Okay, and avoid fidgeting. Some people if fidgeting വെച്ച് ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുക, കാലനക്ക, കൈ അനക്ക, don't do that. Okay, sit, അടങ്ങി അവിടെ ഇരിക്കുക, അതാണ് അതിന്റെ അർത്ഥം. Okay, is that clear? Did you understand how you have to sit in an interview? Okay, can everyone please show me how you're going to sit in an interview? എല്ലാവരും നേരെ ഇരുന്നേ. ഞാൻ നോക്കട്ടെ, ഞാൻ ഈ ആ കാൻഡിഡേറ്റ് 1 2 3 പറഞ്ഞുതരാം. ഓക്കെ, all right, and you will keep this posture for how much longer? ഇന്റർവ്യൂ കഴിയുന്നവരെ എങ്ങനെ ഇരിക്കണം, അല്ലാതെ 5 മിനിറ്റ് കഴിയുമ്പോൾ മാറുമോ? Okay, sit, relaxed ആയിരുന്നു. Okay, got it. So you have to maintain this posture for the entirety of the interview. Okay, ചിലപ്പോൾ ഇന്റർവ്യൂവർ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ചില്ലായിട്ട് ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കൊന്നും വേണ്ട, അങ്ങനെയൊന്നും അവർ പറയില്ല. ബട്ട് ഇഫ് ദി ഇന്റർവ്യൂവർ wants to check you, they might say അപ്പോൾ okay sir എന്ന് പറഞ്ഞ് നോർമലി കാഷ്വലി ഇരിക്കരുത്. Remember, an interview is a quite formal business and sit appropriately. Is this part clear to everyone? Yes. Okay, നമ്മൾ നേരെ ചൊവ്വേ ഇരിക്കുമ്പോൾ you will feel a bit confident also. You feel a bit confident, like you're sitting here for some serious business. You will get an idea. So make sure when you're going for an interview, you're sitting appropriately as required by that interview. Is it clear to all of you? Yes. Okay, so we talked about confidence, we talked about body language. Now we will talk about clarity. നമ്മൾ ഫസ്റ്റ് ചോദിച്ച ചോദ്യമാണ്, കമ്മ്യൂണിക്കേഷൻ മാത്രം അറിഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ പറയുന്ന കാര്യത്തിന് ക്ലാരിറ്റി വേണം. വി ഡിസ്കസ് ക്വസ്റ്റ്യൻസ് ലൈക്ക് വാട്ട് ഈസ് യുവർ വീക്ക്നെസ്. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ പറയുന്ന കാര്യത്തിന് ക്ലാരിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വെൻ യു ഹാവ് കോൺഫിഡൻസ്, വെൻ യു ഹാവ് ക്ലാരിറ്റി ഇൻ യുവർ സ്പീച്ച്,
your interviewer has quite trust on you. അപ്പോഴാണ് അവർക്ക് നമ്മുടെ മേളിലൊരു ട്രസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ക്വൈറ്റ് പ്രോപ്പർ ആൻഡ് ദർ ഷുഡ് ബി ക്ലാരിറ്റി ഇൻ സ്പീച്ച്. ഓക്കെ, now again I'll give you a chance to be an interviewer. You have two candidates in front of you. Okay, രണ്ട് candidatesനെയാണ് ഒരു responses ആണ് ഇവിടെ നമുക്കുള്ളത്. The question is same. Tell me about yourself. Okay, tell me about yourself. Candidate 1 ഇന്നത് പറഞ്ഞു, candidate 2 ഇന്നത് പറഞ്ഞു. I'll read out what these candidates have said and I want you to tell me which candidate you will take. Okay, ഇവർ രണ്ടുപേരുടെ ക്വാളിഫിക്കേഷൻസ് സെയിം ആണ്. ഞാൻ ഇവിടെ ക്വാളിഫിക്കേഷൻ സെയിം ആണെന്ന് പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് because there can be times you are going for a job interview and you have the same qualifications as the other person, but still the other person got selected. So you should know that, where are you making a mistake. Okay, so the candidate 1 says, I completed my degree and then I did some internships. I'm a hardworking person and I like learning new things. I am looking for a good opportunity where I can grow and use my skills. കാര്യം പറഞ്ഞൊക്കെ കറക്റ്റ് അല്ലേ? ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞു, ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്, ഞാൻ വളരെ കഷ്ടപ്പെടുന്നൊരു മനുഷ്യനാണ്, പിന്നെ എനിക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടമാണ്. I'm looking for a good opportunity. ഞാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റിക്ക് വെയിറ്റ് ചെയ്യാണ്. അവിടെ ഞാൻ എൻ്റെ സ്കിൽസ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഗ്രോ ചെയ്യും. This is what candidate 1 has said. And this is candidate 2. I'm a graduate with a strong interest in corporate administration. I have hands-on experience in office coordination and documentation, and I enjoy organizing processes effectively. I'm now looking for a role where I can contribute my administrative skills while continuing to learn and grow professionally. Candidate 2 എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാനൊരു ഗ്രാജുവേറ്റ് ആണ്, എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് കോർപ്പറേറ്റ് അഡ്മിനിസ്ട്രേഷനിൽ. അവർ ഏത് ജോബ് റോളിലേക്കാണ് നോക്കുന്നതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയോ? യെസ്. I have hands-on experience in office coordination and documentation. Corporate administrationൽ നമുക്ക് വേണ്ട ഒരു സ്കില്ലാണ് ഓഫീസ് കോർഡിനേഷനും ഡോക്യുമെന്റേഷനും. അതിൽ എനിക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിന് സ്വന്തമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്. എൻ്റെ കൈകൾ അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ മീനിങ്. ഓക്കെ, ആൻഡ് ഐ എൻജോയ് ഓർഗനൈസിങ് പ്രോസസ്സസ് എഫക്റ്റീവ്ലി. എനിക്കിഷ്ടമാണ് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത്, എഫിഷ്യൻ്റ്ലി ഓർഗനൈസ് ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്. I am now looking for a role where I can contribute എൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽസ് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു റോൾ ഞാൻ നോക്കുകയാണ്. അപ്പോൾ എനിക്ക് സ്വന്തം പ്രൊഫഷണലി ഗ്രോ ആവാം. ഞാൻ ഈ രണ്ട് പേരുടെ ആൻസർ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇവിടെ കുറച്ചും കൂടി ഫ്ലെയർ ഇംഗ്ലീഷ് ആണെന്നുള്ള ആൻസർ അല്ല ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത്. ടെൽ മീ which candidate will you select? Why is that? എന്താ candidate 1 ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണ്, ക്ലാരിറ്റി ഇല്ല. ഇതൊക്കെ നിങ്ങളും പറയുന്ന ആൻസേഴ്സ് ആട്ടോ. നിങ്ങൾ ഡിസ്മിസ് ചെയ്യുന്ന പോലെ നിങ്ങളെ ഡിസ്മിസ് ചെയ്യും. ഓക്കെ, സോ ദ പ്രോബ്ലം വിത്ത് കാൻഡിഡേറ്റ് 1 is this person one thing, ഇവർക്ക് രണ്ടുപേർക്കും ഇംഗ്ലീഷ് അറിയാവോ? This person knows English, even this person knows English. So English is the main thing? No, it's how you say an answer, it's how you project, it's how you present yourself. The problem with candidate 1 is he's too vague. ഏതൊരു ജോബ് റോളിലേക്കാണ് കൊടുത്തിരിക്കുന്നത് അറിയില്ല. എന്തോ I done some internships. ആ സ്ഥലത്ത് നിങ്ങൾ പറയണം I have done an internship in Capella where I was working as this role. I have done these responsibilities. ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട് ഇന്ന റോളിൽ ഇന്ന കമ്പനിയിൽ, ഇവിടെ ഇത്രയും കാര്യങ്ങൾ ഞാനാണ് ചെയ്തത്. ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തു എന്നൊരു കാൻഡിഡേറ്റ് പറയുന്നു, അടുത്ത കാൻഡിഡേറ്റ് ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തു ഇന്ന കമ്പനിയിൽ ഇന്ന റോൾ ഇത്ര കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. Which candidate are you preferring? The second one, because the second one is saying as if they know this job. അവർക്ക് അവരുടെ കാര്യം നന്നായി ചെയ്യാൻ അറിയാമെന്നുള്ളൊരു കോൺഫിഡൻസ് സെക്കൻഡ് കാൻഡിഡേറ്റിന്റെ ആൻസറിൽ നമുക്ക് കിട്ടുന്നുണ്ട്. യെസ്, അതാണ് ഈ രണ്ട് കാൻഡിഡേറ്റ്സിന്റെ ആൻസറിൽ ഡിഫറൻസ്. സോ വാട്ട് ഐ എം ടെല്ലിങ് യു ഇസ് whenever you're going to speak, whenever you're going to utter something in an interview, you should sell yourself as the best person out there. നമ്മൾ വേഗമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര ജനറിക് ആയിട്ടുള്ള ആൻസേഴ്സ് ലൈക്ക് ദിസ് പേഴ്സൺ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യം പോയിന്റ് ടു പോയിന്റ് പറയാം. ഞാൻ ഇന്ന കോഴ്സ് ചെയ്തു. ഓക്കെ, വൺ സ്മോൾ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് CPD? കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. ഇത് നമ്മുടെ CV-ന് കൊടുത്താൽ നല്ലതായിരിക്കും എന്ന് താജ് സർ പറഞ്ഞു. വൈ ഇസ് ദാറ്റ്? യെസ്, നമ്മൾ കോൺസ്റ്റന്റ്ലി അപ്സ്കിൽ ചെയ്യുന്നുണ്ട് അല്ലേ, നമ്മൾ കോൺസ്റ്റന്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. സോ വെനെവർ വൈ I asked you this question is
whenever you're going to say anything in an interview, make sure that you're selling yourself really well. നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നല്ല രീതിയിൽ കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഞാൻ ഇന്ന ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്, ഇന്ന വർക്കാണ് ചെയ്തിട്ടുള്ളത്, ഞാൻ ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ it's a common resume mistake which I like to take this moment and correct you. For example, you have done a particular work in this company. നിങ്ങളുടെ ജോബ് റോളിനെ ഡിസ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ടീച്ചർ, ഈസിലി നമുക്ക് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ടീച്ചർ, ഓക്കെ, ഒരു ടീച്ചറിന്റെ ജോബ് എന്താണ്? ടീച്ചിങ്, ക്ലാസ് എടുക്കുക. ഞാൻ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുക, ടെസ്റ്റ് എടുക്കുക, അവർ ഗിവ് എക്സാംസ്, ദെൻ ഓക്കെ, ഇതൊക്കെയാണ് ഒരു ടീച്ചറുടെ ബേസിക് ആയിട്ടുള്ള ജോബ്. ഇഫ് യു ആർ ക്രിയേറ്റിംഗ് എ റെസ്യൂമെ, ഒരു ടീച്ചർ എന്തൊരു റെസ്യൂമെ ഉണ്ടാക്കി, ആ റെസ്യൂമയിൽ ഇന്ന സ്കൂളിൽ ഇത്രയും വർഷം പഠിപ്പിച്ചു, എന്നിട്ട് അതിൻ്റെ താഴത്ത് നമ്മൾ എന്താണ് ആ ജോലി ചെയ്തതെന്ന് മെൻഷൻ ചെയ്യുമല്ലോ. അവിടെ നിങ്ങൾ ഏതാണ്? ഐ ടു ക്ലാസ്സസ് ഫോർ സ്റ്റുഡൻസ്, ഐ ഗേവ് ടെസ്റ്റ് ഫോർ സ്റ്റുഡൻസ്. അത് നിങ്ങളുടെ ജോബ് റോൾ ആണോ? ആ ജോബിൽ ഉള്ള കാര്യങ്ങളല്ലേ, ടീച്ചിങ്ങിലുള്ള കാര്യങ്ങളല്ലേ പഠിപ്പിച്ചു എന്നുള്ളത്. അപ്പം അത് പിന്നെ എഴുതേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ നിങ്ങൾക്കപ്പോൾ അവിടെ എന്ത് എഴുതാം? Sorry? Remark. What kind of remark? Like plus point. Okay. What you have to write there is നിങ്ങൾ എങ്ങനെ അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തു. I started a workshop for students on this particular topic. Because of my involvement, I could increase 30% student attendance. അവിടെ നമ്മുടെ ജോലി അല്ലാതെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്നൊരു വ്യക്തി ചെയ്തു എന്ന് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. Did you get that? Whenever you mention, be it in your self-introduction, be it in the answers you give for an interview, or be it in your resume, you should always mention how you contributed. Okay? നിങ്ങൾ ഇനി ഇവിടെ കാൻഡിഡേറ്റ് 2നെ പോലെ പറയുകയാണെങ്കിലും, if you are going to say something, you have to say how you did something different or something more. Okay? You don't have to describe your job. നിങ്ങൾക്ക് UAE Taxation ഞാൻ ടാക്സേഷൻ ചെയ്യാറുണ്ട്. വാവ്, ന്യൂ ഇൻഫർമേഷൻ. അത് നിങ്ങളുടെ ജോലിയാണ്, അത് നിങ്ങൾക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. ഹൗ ഡിഡ് യു ഡു സംതിങ് ഡിഫറെൻറ്റ്, or how did you contribute something different? That if you'll add, that will be really good. അവിടെയാണ് നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ CPD പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഓക്കെ, ഇത്രയും സർട്ടിഫൈഡ് ക്വാളിഫിക്കേഷൻസ് എൻ്റെ അടുത്തുണ്ടെന്ന് പറയുമ്പോൾ യു ആർ സ്റ്റാൻഡിങ് ഔട്ട്. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, ഓൾ റൈറ്റ്. സോ ക്ലാരിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ യു ഗോ ഫോർ എൻ ഇൻ്റർവ്യൂ. ഓക്കെ, so before we come to the STAR method, I will ask a question. Okay, the question is, your manager has given you a task which you have never done before. How will you approach it? ചോദ്യം ക്ലിയർ ആണോ? നിങ്ങളുടെ മാനേജർ നിങ്ങൾക്കൊരു വർക്ക് തന്നു, നിങ്ങൾ ഇതിൻ്റെ മുമ്പേ ഒരിക്കലും ചെയ്യാത്തൊരു വർക്കാണ്. നിങ്ങൾ ഈ വർക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യും എന്നാണ് ചോദ്യം. I want some answers from any one of you. This is an interview question. Yes, who wants to go first? Okay, the question is, your manager has assigned you a task which you've never done before. How are you going to approach it? Yes, pardon. Say your name first. My name is Alan Tom. Okay. So firstly, I go through what is the object. So firstly, I go through what is the objective for that task. Okay. So if I get the objective, so I to list down what are the ways we need to be complete, or what are the actions we need to take for completing that task. Okay. എല്ലാവരും ഒരു ക്ലാപ്പ് അടിച്ചേ. ഓക്കെ, അപ്പോൾ ഉറങ്ങുന്ന ആൾക്കാരൊക്കെ എണീറ്റു. യെസ്, ഓക്കെ. സോ എനിവൺ എൽസ്? എന്താണ് നിങ്ങൾ പ്രൊജക്ട് മാനേജർ നിങ്ങൾക്കൊരു പണി തന്നെ നിങ്ങൾ ചെയ്യില്ല? ചെയ്യും. അപ്പോൾ എങ്ങനെയാ ചെയ്യുക? കം ഓൺ, ടെൽ മീ ആൻ ആൻസർ. Okay. Anyone else? Ask ChatGPT. Okay. നമുക്ക് ആദ്യം ഡേറ്റ കളക്ഷൻ ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇതിന്റെ തെറ്റു ശരിയും പറയാം. യെസ്. അപ്പൊ നമുക്കിപ്പോ 3 കാൻഡിഡേറ്റ്സ് ഉണ്ട് അല്ലേ? കാൻഡിഡേറ്റ് 1, കാൻഡിഡേറ്റ് 2 ആൻഡ് ChatGPT എവിടെ? ഹു വാസ് കാൻഡിഡേറ്റ് 3? ഓക്കെ, നിങ്ങൾ ഏത് കാൻഡിഡേറ്റിനാണ് ചൂസ് ചെയ്യുക? 1. 3നെ നിങ്ങൾ ചൂസ് ചെയ്യോ? ഓക്കെ. സോ
ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ സിറ്റുവേഷണൽ അല്ലെങ്കിൽ ബിഹേവിയറൽ ക്വസ്റ്റ്യൻ എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷൻ തന്നു കഴിഞ്ഞാൽ ഇഫ് യു പ്രസന്റഡ് വിത്ത് എ സിറ്റുവേഷൻ, ഹൗ ആർ യു ഗോയിങ് ടു ബിഹേവ്? ബിഹേവിയറൽ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് യു ആർ ഗിവൻ എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ, ഹൗ ആർ യു ബിഹേവിങ്? ഓക്കെ, ദിസ് പേഴ്സൺ സെഡ് ദാറ്റ്, എന്തായിരുന്നു ഈ കുട്ടി പറഞ്ഞത്? ഒബ്ജക്റ്റീവ് എന്താന്ന് മനസ്സിലാക്കും. ആള് പറഞ്ഞു ഞാൻ സീനിയറിനോട് ചോദിക്കും. അപ്പോൾ ദിസ് പേഴ്സൺ വാണ്ട്സ് ടു സോൾവ് ദിസ് പ്രോബ്ലം ഓൺ ഹിസ് ഓൺ, അല്ലെ? സ്വന്തം പ്രശ്നം സ്വന്തം മനസ്സിലാക്കണം എന്നാണ് അവിടെ നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടുന്നത്. ദാറ്റ് പേഴ്സൺ സെഡ് ഐ വിൽ വർക്ക് വിത്ത് എ ടീം. ഞാൻ മറ്റുള്ളവരോട് ചോദിക്കും, കൊലാബറേറ്റ് ചെയ്യാൻ ഓക്കെ ആണെന്നാണ് ആ കുട്ടി പറഞ്ഞത്. മൂന്നാമത് ഞാൻ ചാറ്റ് ജിപിടിയോട് ചോദിക്കും, എന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പപ്പണി, അല്ലെ? സ്മാർട്ട് വർക്ക് ഇൻ ഫാൻസി ടേംസ്. സോ ഇവിടെ 3 പേരുടെ ബിഹേവിയർ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. നമ്മുടെ ബിഹേവിയർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വി ഹാവ് സിറ്റുവേഷണൽ അല്ലെങ്കിൽ ബിഹേവിയറൽ ക്വസ്റ്റ്യൻസ്. സോ വെനെവർ യു ഹാവ് എ സിറ്റുവേഷണൽ ബിഹേവിയറൽ ക്വസ്റ്റ്യൻ, യൂഷ്വലി ഇൻ ഇന്റർവ്യൂ around 2 questions are being asked on these type of questions. So the perspective or the objective behind the interviewer asking this question is to know what is your behavior, to know how will you react at these situations. നിങ്ങൾ എങ്ങനെയാണോ ഇതിന് റെസ്പോണ്ട് ചെയ്യുക, നാളെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഇങ്ങനെ തന്നെയായിരിക്കും ബിഹേവ് ചെയ്യാന്ന് അറിയാൻ വേണ്ടി. നിങ്ങൾ എങ്ങനെയാണോ, how are you going to say it now, that is how you're going to do it tomorrow. Okay, so whenever you get a situational or behavioral question, you will use something called as the STAR method. Okay, ഒരു സിറ്റുവേഷണൽ ബിഹേവിയറൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്, ഒരു വേ ഓഫ് സേയിങ്. നമ്മളൊരു ആൻസറിനെ എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം, അതിൻ്റെ ഒരു മെത്തേഡാണ്. ഇറ്റ്സ് എ ഫ്രെയിം വർക്ക്. ഓക്കെ, ദാറ്റ് ഇസ് സ്റ്റാർ മെത്തേഡ്. യു ക്യാൻ സേ ഈ സ്റ്റാർ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് 2 രീതിയിൽ യൂസ് ചെയ്യാം. ഞാൻ ഇന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിരുന്നു, എൻ്റെ പ്രൊജക്ട് മാനേജർ എനിക്ക് ഈ ഒരു പ്രൊജക്റ്റ് ആദ്യമായിട്ട് ഞാൻ ചെയ്യാത്തൊരു പ്രൊജക്റ്റ് എനിക്ക് തന്നു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ആൻസർ ചെയ്യാണ്. യെസ് ഓക്കെ. പിന്നെ ദി സെക്കൻഡ് വേ ഓഫ് ആൻസറിങ് ഈസ്, നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കണ്ടിട്ടില്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് സേ ഇഫ് ഐ ഹാവ് എ സിറ്റുവേഷൻ, ഇങ്ങനെ ഒരു കാര്യം നടക്കുകയാണെങ്കിൽ. ഓക്കെ, സോ യു ക്യാൻ ആൻസർ ദിസ് 2 ways. If you have faced this before, you can say that, when I was working in this company, you can say it like that. Or if you've not faced this before, you can just say that if I'm presented with such a situation, I will do so. ഇനി ആ സ്റ്റാർ മെത്തേഡിന്റെ ഫുൾ ഫോം നോക്കാം. S means situation, T means task, A means action and R means result. Situation. നമ്മൾ ഇതിന്റെ ആൻസർ പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം സിറ്റുവേഷൻ പറയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സിറ്റുവേഷൻ, ആ ചോദ്യം എന്താണോ അത് തന്നെയാണ് സിറ്റുവേഷൻ. ഓക്കെ, യു ക്യാൻ ജസ്റ്റ് സേ describe the context or the background. My project manager has given me a task which I have to complete before this date, okay, effectively. എനിക്ക് എൻ്റെ പ്രൊജക്ട് മാനേജർ ഒരു പണി തന്നിട്ടുണ്ട്, അതെനിക്ക് ഇന്ന ഡേറ്റിന് മുമ്പേ എഫക്റ്റീവ് രീതിയിൽ കംപ്ലീറ്റ് ചെയ്യണം. കോണ്ടെക്സ്റ്റ് മനസ്സിലായോ? അതാണ് സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെയാണ് ടാസ്കിൽ നിങ്ങൾ പറയേണ്ടത് how will I do this work? എനിക്ക് എന്താണ് ചെയ്യേണ്ടത്? എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ആ പ്രൊജക്റ്റ് മാനേജർ തന്ന പ്രൊജക്റ്റ് നല്ല രീതിയിൽ ഇഫക്റ്റീവ്ലി കംപ്ലീറ്റ് ചെയ്യണം. എന്താണോ ചെയ്യേണ്ടത് അതാണ് ടാസ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത്. എക്സ്പ്ലെയിൻ യുവർ റോൾ ഓർ റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടത് അത് ടാസ്കിൽ മെൻഷൻ ചെയ്യുക. ഇസ് ദാറ്റ് ക്ലിയർ ടു എവറി വൺ? ഇവിടെ നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന് എന്തായിരിക്കും ഉത്തരം? വാട്ട് വിൽ യു സേ? ദാറ്റ് ഐ ഹാവ് ടു കംപ്ലീറ്റ് ദിസ് വർക്ക് ബിക്കോസ് മാനേജർ നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ട് തന്നൊരു പണിയാണ്, അല്ലേ? അപ്പോൾ എനിക്ക് ഈ ഒരു വർക്ക് നല്ല ഇഫക്റ്റീവ് രീതിയിൽ ഇന്ന ഡെഡ് ലൈനിൻ്റെ മുമ്പേ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. പിന്നെയാണ് ആക്ഷൻ. നിങ്ങളെല്ലാവരും പറഞ്ഞത് ഈ ഒരു കാറ്റഗറിയാണ്. യെസ്, അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് പറഞ്ഞിട്ടില്ല? സിറ്റുവേഷനും പറഞ്ഞില്ല, ടാസ്കും പറഞ്ഞില്ല. ഇസ് ദാറ്റ് ക്ലിയർ? ഡിഡ് യു ഗെറ്റ് മൈ പോയിന്റ്? യെസ്, ഓക്കെ. സോ യു ക്യാൻ ആഡ് ആസ് മെനി ആക്ഷൻസ് ആസ് യു ക്യാൻ. ഇയാളൊരു ആക്ഷൻ പറഞ്ഞു, അവിടെ ഒരു ആക്ഷൻ പറഞ്ഞു, include as many actions as possible. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ആക്ഷൻസ്, ഈ ഒരു ചോദ്യത്തിൻ്റെ ആക്ഷനിലേക്ക് പോവാം. ചോദ്യം ഇതായിരുന്നു, മാനേജർ ഒരു ടാസ്ക് തന്നു, അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് പറയാം? നമുക്ക് കിട്ടിയ പണി അപ്പത്തിന് അയ്യോ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് മോശമല്ലേ? യെസ്, ഇഫ് യുവർ മാനേജർ ഹാസ് ഗിവൻ യു ദിസ് ടാസ്ക്, ദി മാനേജർ മൈറ്റ് ഹാവ് എ ട്രസ്റ്റ് ദറ്റ് യു ക്യാൻ ഡു ദിസ് വർക്ക്, അല്ലേ? സോ യു വിൽ സേ വെൻ മൈ മാനേജർ ഗേവ് മീ ദിസ് വർക്ക്, അല്ലെങ്കിൽ നൗ മൈ മാനേജർ ഹാസ് ഗിവൻ മീ ദിസ് വർക്ക്, ഐ വിൽ ട്രൈ ടു സ്റ്റഡി this work on my own. Candidate 1 പറഞ്ഞ ആൻസർ. യെസ്, ഞാൻ ആദ്യം അത് സ്വന്തം പഠിക്കാൻ ശ്രമിക്കും. സെക്കൻഡ്,
കൊലീഗിനോട് ചോദിക്കും, ഈ ഒരു വർക്ക് ഇതിന് മുമ്പേ ഹാൻഡിൽ ചെയ്ത കൊലീഗിന്റെ അടുത്ത് ഞാൻ ചോദിക്കും, can you just help me with this work? Then I will make a structured plan based on the resources that I have. എനിക്ക് കിട്ടിയ റിസോഴ്സസ്, എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് ഞാനൊരു പ്ലാൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കും. 3 ആക്ഷൻസ് ആയോ ഇപ്പോൾ? യെസ്, സ്വന്തം ചെയ്യാൻ നോക്കി, കൊലീഗ്സിനോട് ചോദിച്ചു, എന്നിട്ട് എനിക്കുള്ള റിസോഴ്സസ് വെച്ചിട്ട് ഞാനൊരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കി. ആൻഡ് ദെൻ ഐ വിൽ അപ്പോഴും നമുക്ക് ഈ പണി അറിയത്തില്ല എന്ന് ചോദ്യത്തിലുണ്ട് അല്ലേ? യു ഹാവ് നെവർ ഹാൻഡിൽ ദിസ്, സോ യു വിൽ അപ്രോച്ച് യുവർ മാനേജർ. ബട്ട് നമ്മൾ വെറും കൈയോടെയാണോ മാനേജറിനെ അപ്രോച്ച് ചെയ്യുന്നത്? അല്ല, we have something now. So you can approach your manager, then I will approach my manager and I will tell my manager, this is what I've understood and this is what I've done. Can you please guide me more on this? അപ്പോൾ ഇവിടെ നമ്മുടെ ഏതൊക്കെ സ്കില്ലാണ് ഹൈലൈറ്റ് ആയത്? ടെൽ മീ. നമുക്ക് സ്വന്തം ഒരു കാര്യം ചെയ്യാൻ പറ്റും, ടീമിൻ്റെ ഒപ്പം കൊലാബറേറ്റ് ചെയ്യാൻ പറ്റും, ഒരു പ്ലാൻ ഉണ്ടാക്കാൻ പറ്റും, എന്നിട്ട് നമ്മുടെ സീനിയർ അതോറിറ്റീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെയും നമുക്ക് മാനേജ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ അപ്രോച്ച് ചെയ്യാനും നമുക്ക് കഴിയും. ഇത്ര സ്കിൽസ് ആണ് ആ ഒരു ആൻസറിന്, അത്രയും ബിഹേവിയറൽ ആസ്പെക്റ്റ് ആണ് ആസ് എ കാൻഡിഡേറ്റ് നമ്മുടെ പുറത്ത് വന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? ഇവിടെ ആൻസർ നിർത്താൻ പറ്റുമോ? അപ്പൊ ഈ ആർ എന്തിനുള്ളതാ? യെസ്, ദി ആർ ഇസ് എ റിസൾട്ട്. യു വിൽ സേ ബൈ ഡൂയിങ് ദീസ് തിങ്സ് ഐ വാസ് ഏബിൾ ടു ഫിനിഷ് ദി പ്രോജക്റ്റ് ബിഫോർ ഡെഡ്ലൈൻ effectively. Now that is how you will answer a situational behavioral question. You will say the situation, you will say the task, you will say the action and you will say the result. Is that clear everyone? Yes. നമുക്കൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. ചോദ്യം ഇതായിരുന്നു, ഡിസ്ക്രൈബ് എ ടൈം വെർ യു ഹാഡ് ടു ഹാൻഡിൽ എ ഡിഫിക്കൽട്ട് ടീം മെമ്പർ ഓർ കോൺഫ്ലിക്റ്റ് അറ്റ് വർക്ക്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് വർക്ക് ചെയ്യുന്ന ഒരാൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള, നമുക്ക് വർക്ക് ചെയ്യാൻ കുറച്ച് പ്രോബ്ലം ഉള്ള ഒരാളായിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ സിറ്റുവേഷൻ ഇതായിരുന്നു, എൻ്റെ ഇന്റേൺഷിപ്പ് പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ടീം മെമ്പർ എപ്പോഴും ഡെഡ് ലൈൻ മിസ് ചെയ്യും. ഓക്കെ, ഞങ്ങളുടെ എല്ലാവരുടെയും ഓവറോൾ പ്രോഗ്രസ്സിനെ ആൾ എഫക്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതിന് ചിലവർ പറയും, ഞാൻ അവൻ്റെ അടുത്ത് മിണ്ടേയില്ല. അങ്ങനത്തെ ഒരു ടീം മെമ്പറായിട്ട് നമ്മൾ കൊലാബറേറ്റ് ചെയ്ത് അവൻ അവൻ്റെ പണി ചെയ്തിട്ട് ഞാൻ എൻ്റെ പണി ചെയ്യും. ചില സ്റ്റുഡൻസ് പറയും ഞാൻ അവൻ്റെയും പണി ചെയ്യും, അപ്പോൾ അവന് വെറുതെ സാലറി കിട്ടും അല്ലേ? യെസ്, സോ വാട്ട് എവർ യു ആർ സേയിങ് ദാറ്റ് ഷോസ് യുവർ ബിഹേവിയർ. ഓക്കെ, അപ്പോൾ ഇവിടെ സിറ്റുവേഷൻ ഇതാണ്, ദർ ഇസ് ദിസ് പേഴ്സൺ ഹു ഇസ് നോട്ട് റിയലി മേക്കിംഗ് ഗുഡ് തിങ്സ് ഫോർ ദ ടീം. സോ എൻ്റെ ടാസ്ക് എന്തായിരുന്നു? ആസ് എ പാർട്ട് ഓഫ് മൈ ടീം, മൈ റെസ്പോൺസിബിലിറ്റി, ഞാൻ എന്താണോ ചെയ്യേണ്ടത്, was to ensure tasks were completed on time without creating conflict. Task complete ചെയ്യണം, കോൺഫ്ലിക്റ്റ് ആക്കാനും പാടില്ല. ഇനി ആക്ഷൻ, I spoke to the team member privately. ഞാൻ ഒറ്റയ്ക്ക് അയാളുടെ അടുത്ത് സംസാരിച്ചു. To understand the issue, clarified expectations and redistributed task more realistically. Okay, അപ്പോൾ ആളുടെ അടുത്ത് സംസാരിച്ചിട്ട് ടാസ്ക് ഡിവൈഡ് ചെയ്തു. ഇങ്ങനെയും പറയാം, ഓക്കെ, ഐ വിൽ സേ 2 things. ഇങ്ങനെയും പറയാം, ഞാൻ ആളുടെ അടുത്ത് സംസാരിച്ചു, ഒരു 1-on-1 മീറ്റിംഗ് വെച്ചു, ടാസ്ക് ഡിവൈഡ് ചെയ്തു, എന്നിട്ട് ആളുടെ അടുത്ത് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടീം മീറ്റിംഗ്സിൽ മാത്രം ആളുടെ അടുത്ത് സംസാരിച്ചു. ഓക്കെ, വീക്ക്ലി മീറ്റിംഗ്സിൽ പ്രോഗ്രസ് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ എത്ര പ്രോഗ്രസ് ആയിന്ന് നോക്കി. ചില സ്റ്റുഡൻസ് പറയും, ഞാൻ ആളെ മാനേജറിനെ റിപ്പോർട്ട് ചെയ്യും. വാട്ട് ഈസ് പ്രോബ്ലം വിത്ത് ദിസ് ആൻസർ? മാനേജറിനെ റിപ്പോർട്ട് ചെയ്യണ്ടേ? ഇപ്പോൾ ഒരാൾ നല്ലോണം വർക്ക് ചെയ്തില്ല, നമ്മൾ മാനേജറിനെ റിപ്പോർട്ട് ചെയ്യില്ലേ? But what is wrong with this answer? Yes, ഇവിടെ ഒരിക്കലും ചോദ്യത്തിൽ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അയാളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നൊരു കാര്യം. നിങ്ങൾ തന്നെ പറയാണ് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. യെസ്, ദാറ്റ് മീൻസ് ദാറ്റ് ദിസ് ഇസ് എ വെരി മൈന്യൂട്ട് തിങ്. നിങ്ങൾ ചിന്തിക്കുകയാണ് ഇങ്ങനെ ഇത്രയൊക്കെ ഇന്റർവ്യൂസ് ചിന്തിക്കുകയോ? യെസ്, this question never said that you cannot handle this person. You are saying that I cannot handle him. That shows your behavior. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സീനിയർ മാനേജർ അവർ നോക്കിക്കോട്ടെ. നോ, ഇഫ് യു ക്യാൻ ഹാൻഡിൽ ഇറ്റ്, you can just say I will have a one-on-one conversation, I will discuss, then we'll have weekly meetings. അപ്പോൾ നിങ്ങളുടെ ഇന്റർവ്യൂവർ നിങ്ങളോട് ചോദിക്കുകയാണ്, if things escalate, will you reach out to your manager? Then you can say yes or no. Is this clear? And then ഇവിടെ ആൻസർ നിർത്തരുത്, റിസൾട്ട് പറയണം. Deadlines were met, communication improved and the team worked more smoothly until project completion. Now ഒരു നോർമൽ ഡൗട്ട് ആണ്, ഇത്രയും വലിയ ആൻസർ ഒക്കെ മാം പറയാൻ പറ്റുമോ? Situational behavioral questions especially, you can have, you can say big answers. Okay, it's not a big problem or an issue അല്ല. 1-2 ചോദ്യം ചോദിക്കുകയുള്ളൂ. അവിടെ നമ്മുടെ ബിഹേവിയർ നല്ല പെർഫെക്റ്റ് ആണെന്ന്, പെർഫെക്റ്റ് അല്ല, ദാറ്റ് ഇറ്റ് ഫിറ്റ്സ് ദി കമ്പനി കൾച്ചർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ആസ് മെനി ആക്ഷൻസ് ആസ് പോസിബിൾ ആൻഡ് സേ ദിസ് വിത്ത് എ ലോട്ട് ഓഫ് കോൺഫിഡൻസ്. ആൻഡ് എങ്ങനെയാണ് നമ്മൾ ഇന്റർവ്യൂവിന് ഇരിക്കേണ്ടത് ഒന്നും കൂടി കാണിച്ചാൽ എല്ലാവരും?
ഇങ്ങനെ ഇരുന്നിട്ട് വേണം ഇതിനൊക്കെ ഉത്തരം പറയാൻ. ഓക്കെ, all right, so that's it from my part. That was the session. Okay, the perfect interview formula is to be quiet, confident, is to have clarity in what you're saying. Ipo confidence and clarity ennulla terms ellarkum manasilayo? Yes, you should have confidence, you should have clarity, and you are then ready to face the interview, and I hope that you all will be able to crack that interview. Okay, that's it. Any questions? ഞാൻ എത്ര ചോദ്യം ചോദിച്ചു? Nobody has a question to me. Yes. നേരത്തെ പറഞ്ഞ ChatGPT എടുത്ത് ചോദിക്കും. അപ്പോൾ മറ്റേ മെത്തേഡ്സും ചെയ്യാം, പക്ഷേ നമുക്കൊരു ക്ലാരിറ്റി കിട്ടാൻ ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാനൊന്ന് ചോദിച്ചു. ChatGPT. ഓക്കെ, ഇവിടെ കുറെ PPT നമ്മൾ ChatGPT നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ അത് നമ്മൾ അവരോട് പറയണോ? No, this I made myself. Okay. Okay then, that's it for the session. Thank you all. I hope you have a good day. Career gap we have already discussed. Yes. എന്തുകൊണ്ട് പറയാൻ പറ്റില്ല? നമുക്ക് പേഴ്സണൽ ഇഷ്യൂ ഉണ്ട്, കരിയർ ഗ്യാപ്പ് എടുത്ത് നമ്മൾ എന്ത് പറയും? സോ യു ക്യാൻ സേ ദറ്റ് യു നോ ബിക്കോസ് ഓഫ് എ പേഴ്സണൽ കമ്മിറ്റ്മെന്റ് ഐ ഹാഡ് ടു ടേക്ക് സം ബ്രേക്ക്. നമ്മുടെ വീക്ക്നെസ് നമ്മൾ അക്നോളജ് ചെയ്തോ? I said because of a personal commitment I could not take this session. I could not get a job right there because I had a personal commitment. ഇവിടെ നമ്മളെ വീക്ക്നെസ് നമ്മൾ അക്നോളജ് ചെയ്തോ? യെസ്. പക്ഷെ നമ്മൾ ഇവിടെ ആൻസർ നിർത്തുവോ? നോ. യു വിൽ സേ ഹൗ യു ഡിഡ് ബെറ്റർ. നമ്മുടെ വീക്ക്നെസ് നമ്മൾ മെൻഷൻ ചെയ്തു, വെരി ഗുഡ്, പക്ഷെ അവിടെ ആൻസർ നിർത്തരുത്. സേ ഹൗ യു ഹാവ് ഡൺ സംതിങ് ബെറ്റർ. ബട്ട് though I took some time because of a personal commitment, I did this course. I was able to upskill myself by attending a CPD program. Yes. നമ്മൾ വീക്ക്നെസ്സിനെ മെൻഷൻ ചെയ്യുക, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ബട്ട് ഇലാബറേറ്റ് on how you're improving things also. Okay, I have a career gap. I took a break because of some personal commitments, but I've also worked on myself by enrolling myself for this particular course. I have certifications in this area. Then I have also tried to upskill myself by attending programs like this webinar, where I've learned this. അപ്പോൾ ഇവിടെ ചോദ്യം എന്തായി? നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നായിപ്പോയി. Yes, and that is a better way of saying things. Yes? Clear ആണോ? Is it okay? All right then. Thank you all. Have a good day. സോ നമിത മാമിന് കുറച്ചും കൂടെ നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? പോരാ, ഒന്നുകൂടെ നന്നായിട്ട് കമന്റ്സ് പറയണം. മാമിന് കേൾക്കുന്നില്ല. ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. സെഷൻ നന്നായിരുന്നോ? ഇനി നിങ്ങൾക്ക് ഇന്ന് ഓക്കെ ആണ്, നിങ്ങളുടെ കോമന്റ്സ് നല്ലതാണെങ്കിൽ മാത്രമേ മാം ഈ സെഷൻസ് തരുള്ളൂ കേട്ടോ. നമിത മാം അല്ലെങ്കിൽ തരില്ല. മാം വെയിറ്റ് ചെയ്യാണ്. നല്ല കമന്റ്സ് ആണെങ്കിൽ മാത്രമേ ഈ ബാച്ചിലിൻ സെഷൻസ് മാം കൊടുക്കുള്ളൂ. ഓക്കെ ആണോ നിങ്ങൾക്ക്? അടിപൊളിയല്ലേ? യൂസ്ഫുൾ? ഓക്കെ. സോ അപ്പോൾ ഇനി നമുക്ക് നമ്മളിങ്ങനെ ടൈം ലാഗ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. സോ അപ്പോൾ നമുക്ക് ഇനി നിങ്ങളെ Hi all, good evening all. I'm Rashida, one of your academic mentors. അപ്പോൾ ഒന്ന് രണ്ട് പേര് ഇതിനു മുന്നേ ഓഫീസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ബാക്കിയുള്ളവരൊക്കെ ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഈ CPD പ്രോഗ്രാം കാരണം ഉണ്ടായി. പിന്നെ പറയാനുള്ളത്, ഒരുപാട് പേരിപ്പോൾ ദൂരെ നിന്ന് വരുന്നവരാണെന്ന് അറിഞ്ഞു, അതായത് ഓൾറെഡി റൂമൊക്കെ എടുത്തിട്ട് ഇന്നിപ്പോൾ ഇവിടെ എത്തുന്നവർ. അപ്പോൾ ആസ് എ മെൻറ്റർ ഐ എം വെരി ഹാപ്പി. കാരണം നിങ്ങൾ ഇതിന് എത്രത്തോളം സീരിയസ് ആയിട്ട് ആ കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നു എന്നുള്ളത് ആസ് എ മെൻറ്റർ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അതിന് എത്രത്തോളം സീരിയസ് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ. പിന്നെ പറയാനുള്ളത്, നിങ്ങളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും, അപ്പോൾ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് നിങ്ങളുടെ കരിയറിനെ അപ്സ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നവരായിരിക്കും. അപ്പോൾ എപ്പോഴും ആ ലേണിംഗ് എക്സ്പീരിയൻസ് കാണിക്കുക. അതായത് നമുക്ക് എപ്പോഴും അപ്ഡേറ്റ് ആയവർക്കായിരിക്കും എപ്പോഴും ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടായിരിക്കുക. നമ്മളിപ്പോൾ എവിടെ ഒരു സ്ഥലത്ത് നിന്നാൽ മുന്നോട്ട് പോകണം, എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. പിന്നെ പറയാനുള്ളത്, നിങ്ങൾ ബി പ്രൊയാക്റ്റീവ്, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അതിലെപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിരിക്കാൻ, പ്രൊയാക്റ്റീവ് ആയിരിക്കുക, എപ്പോഴും റെസ്പോൺസിബിൾ ആയിരിക്കുക. അതായത് നിങ്ങൾ പ്രൊയാക്റ്റീവ് ആയാലായിരിക്കും നിങ്ങൾക്ക് അതൊരു ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്.
ആൻഡ് ഇനിയും നമുക്ക് ഡെയിലി കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഇനിയും നിങ്ങൾ കോഴ്സ് കഴിഞ്ഞാലും കണക്ട് ചെയ്തുകൊണ്ടിരിക്കാം. ആൻഡ് പ്ലേസ്ഡ് ആകുമ്പോൾ ഇൻഫോം ചെയ്യുക. കാരണം നിങ്ങൾ ജോലിയിൽ പ്ലേസ്ഡ് ആയെന്ന് പറയുമ്പോൾ നിങ്ങൾ എത്രത്തോളം ഹാപ്പി ആവുന്നുണ്ടോ അത്രത്തോളം ഞങ്ങളും ഹാപ്പി ആവും. ആസ് എ മെൻറ്റർ നമ്മുടെ സ്റ്റുഡൻസ് ആണ് പ്ലേസ്ഡ് ആയി എന്ന് പറയുമ്പോൾ ഞങ്ങളിപ്പോൾ ഓരോ പോസ്റ്റേഴ്സ് വരുമല്ലോ, പ്ലേസ് ആയെന്നെല്ലാം പറഞ്ഞിട്ട് പോസ്റ്റേഴ്സ് വരുമ്പോൾ അതിൽ ഏതാ ബാച്ച് എന്ന് നോക്കുക ആദ്യം. അപ്പം നമ്മുടെ ബാച്ചിൽ നമ്മൾ പഠിപ്പിച്ചൊരു സ്റ്റുഡൻസ് ആണ് പ്ലേസ്ഡ് ആയെന്ന് പറയുമ്പോൾ നിങ്ങളുടെ അതേ ലെവൽ ഹാപ്പിനെസ് ഞങ്ങൾക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പ്ലേസ്ഡ് ആകുമ്പോഴൊക്കെ കണക്ട് ചെയ്യുക, ഇൻഫോം ചെയ്യുക. ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹായ്, ഐ എം വന്ദന. ഞാനും നിങ്ങളുടെ ഒരു മെൻറ്ററാണ്. കുറച്ച് സ്റ്റുഡൻറ്റ് ഓൾമോസ്റ്റ് എല്ലാവരുമായിട്ട് ഞാനിപ്പോൾ ഒന്ന് സംസാരിച്ചിട്ടുണ്ട്. കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം കുറേ ദൂരെ നിന്നൊക്കെ തിരുവനന്തപുരത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നു, നമ്മളെ ബാച്ചിൽ നിന്ന് സ്റ്റുഡൻസ് വരുന്നു എന്നൊക്കെ മാം പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഓൾറെഡി നമ്മൾ ഓറിയൻറ്റേഷനും വൈൻഡപ്പിലും ഒക്കെ പറയുന്നതാണ്, കരിയറിൽ ഒരു കോംപ്രമൈസും ചെയ്യാതിരിക്കുക. എന്താണോ നമ്മളെ കരിയർ എപ്പോഴും അപ്സ്കിൽ ചെയ്യാനും പുതിയതായിട്ട് പഠിക്കാനും അപ്ഡേറ്റഡ് ആക്കാനൊക്കെ നോക്കുക. കാരണം നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും, ഇപ്പം എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരാണ് നമ്മളെ സറൗണ്ടിങ്സിലുള്ള എല്ലാവരും. അപ്പം നമുക്കൊരു നല്ല ബെറ്റർ കരിയർ വേണമെങ്കിൽ നമ്മൾ തന്നെ മെനക്കെട്ട് അപ്സ്കിൽ ചെയ്യണം. നമ്മളെ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗിക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. കരിയർ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ലെവലിൽ തന്നെ കൊണ്ടെത്തിക്കാൻ ട്രൈ ചെയ്യുക. അപ്പം താങ്ക് യു. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എൻ്റെ പേര് ഷാദിയ, UAE ടാക്സേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ മറ്റൊരു മെൻറ്ററാണ്. പറഞ്ഞ പോലെ തന്നെ കുറച്ച് സ്റ്റുഡൻസിനൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മൾ ഓഫീസ് വിസിറ്റ് ചെയ്ത സമയത്ത് 1-2 സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട്. ബാക്കി പേരൊക്കെ നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. എല്ലാവരും മീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പരിചയപ്പെടാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷം. പിന്നെ ഒത്തിരി പേര് ഒത്തിരി റിസ്ക് എടുത്തിട്ട് ലോങ്ങിൽ നിന്നൊക്കെ വന്നവരുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും പറഞ്ഞ പോലെ ഫ്യൂച്ചറിൽ നല്ലൊരു കരിയർ ഗ്രോത്തും അതുപോലെ തന്നെ നമ്മളൊരു പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ലൈഫൊക്കെ എല്ലാവർക്കും നല്ല ബെറ്റർ ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതിന് വിഷ് ചെയ്യുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഐ എം ശിൽവ, അക്കാദമിക് മെൻറ്ററാണ് UAE ടാക്സേഷൻ്റെ. അപ്പോൾ ഇതിൽ ചില സ്റ്റുഡൻസിനൊക്കെ എനിക്കറിയാം, കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ഓൺലൈനായിട്ടായിരുന്നു ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് ഓഫ്ലൈനായിട്ട് കാണുന്നത്. അതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഈ CPD പ്രോഗ്രാം നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ഫ്യൂച്ചറിൽ കരിയർ ഫോക്കസ് ചെയ്യുക, നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പോവുക. എല്ലാവർക്കും ഒരു ഫ്യൂച്ചർ ഗ്രോത്ത് വിഷ് ചെയ്യുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എൻ്റെ പേര് ഐഷ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് UAE ടാക്സേഷൻ്റെ കോഴ്സാണ്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു കോഴ്സാണ് KC ടാക്സേഷൻ. ഞാൻ KC ടാക്സേഷൻ്റെ മെൻറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ഇവിടെ അറിയാൻ ചാൻസ് ഇല്ല ആർക്കും. കാരണം ഈ ഒരു CPD പ്രോഗ്രാം ഓൺലി ഫോർ UAE സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എല്ലാവരും കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ദൂരെ നിന്ന് വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രത്തോളമാണ് ഈ ഒരു പ്രോഗ്രാമിന് ഇത്രത്തോളം സീരിയസ് ആയി കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ഓഫീസിൽ നമ്മളൊരു CPD പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ അത് ഞങ്ങൾക്ക് കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഫ്യൂച്ചറിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവട്ടെ. അപ്പോൾ നിങ്ങളിപ്പോൾ ഏത് പൊസിഷനിലാണോ ഇരിക്കുന്നത്, അപ്പോൾ അതിനേക്കാൾ ഒരു അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ എല്ലാവരും സ്കിൽമൗണ്ടിൽ ഒരു കോഴ്സ് ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതെല്ലാവർക്കും നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രൊഫഷണൽ ലൈഫിൽ എല്ലാവരും സക്സസ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ടു ഓൾ. താങ്ക് യു. ഹായ് ഓൾ, ഞാൻ അസ്ലഹ, UAE ടാക്സേഷൻ മെൻറ്ററാണ്. ഞാൻ കണക്ട് ചെയ്ത ഒരുപാട് സ്റ്റുഡൻസിനെ എനിക്ക് കാണാൻ പറ്റി. ഒരുപാട് സന്തോഷം. ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും കാണാൻ പറ്റിയതിൽ. അപ്പം സ്കിൽമൗണ്ട് ചൂസ് ചെയ്തത് എല്ലാവരും കരിയർ അപ്ഗ്രേഡ് ചെയ്യാനും അപ്സ്കിൽ ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാവരും കരിയറൊക്കെ നന്നായിട്ട് ഡെവലപ്പ് ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് അനുശ്രീ. ഞാൻ UAE ടാക്സേഷൻ്റെ മെൻറ്ററാണ്. കുറച്ച് പേരൊക്കെ കണ്ടിട്ട് അറിയാം, നമ്മൾ കണക്ട് ചെയ്തിട്ടൊക്കെ അറിയാം. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും കണ്ടതിൽ സന്തോഷം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓഫ്ലൈനായിട്ട് എല്ലാവരും കാണാൻ പറ്റുന്നത്. എല്ലാവരും നമ്മൾ ഓൺലൈനായിട്ടാണ് നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടാവുക.
അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഭാഗമാവാൻ പറ്റിയാലും പിന്നെ നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയാലും വലിയ സന്തോഷം. പിന്നെ നിങ്ങളൊക്കെ ഒരു ഫ്യൂച്ചറിൽ ഒരു ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാകാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ സ്കിൽ മൗണ്ടിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക അല്ലേ? അപ്പോൾ എല്ലാവർക്കും ബെറ്റർ ആയിട്ടുള്ളൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. പിന്നെ ജോലിയൊക്കെ കിട്ടിയ എല്ലാവരും അറിയിക്കുക, നമ്മളെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. സോ ഇതായിരുന്നു നിങ്ങളുടെ ഇന്റേൺഷിപ്പ് മെൻറ്റേഴ്സ്. വേറെ കുറച്ച് മെൻറ്റർ കാറ്റഗറീസും കൂടെ ഉണ്ട്, അവരിവിടെ അവൈലബിൾ അല്ല. ഇനിയുള്ള നിങ്ങളുടെ കോർഡിനേറ്റേഴ്സ് ആണ്, നിങ്ങളുടെ ഫസ്റ്റ് പേഴ്സൺ ഓഫ് കോൺടാക്ട്. നിങ്ങൾ ഡെയിലി ഗുഡ് മോർണിംഗ് ഒക്കെ അയച്ച് ക്ലാസ്സിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്ന കോർഡിനേറ്റേഴ്സ് ആണ്. സോ പ്ലീസ് കോർഡിനേറ്റേഴ്സ്. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ഷംസീറ എന്നാണ്. ഇതിൽ കുറച്ച് പേരൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും മീറ്റ് ചെയ്യാൻ പറ്റിയാലും പരിചയപ്പെടാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. ദെൻ എല്ലാവരും അടിപൊളിയായിട്ടുള്ള പേഴ്സണലായിട്ടും പ്രൊഫഷണലായിട്ടും അടിപൊളി ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. ദെൻ പ്ലേസ്ഡ് ആയി കഴിഞ്ഞാൽ അറിയിക്കുക. ഈ ഒരു കണക്ഷൻ ആഫ്റ്റർ അതിന് ശേഷം കീപ്പ് ചെയ്യുക. താങ്ക് യു. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ഫർസീന, ജൂലൈ ഓഗസ്റ്റ് ബാച്ചിൻ്റെ കോർഡിനേറ്ററാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ വളരെ ദൂരത്തു നിന്നൊക്കെ നിങ്ങൾ വരാൻ കാണിച്ച ആ ഒരു മനസ്സിനെ ആദ്യം തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യാണ്. പിന്നെ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ എല്ലാ ജോബിനും അപ്ലൈ ചെയ്യുക. പിന്നെ പ്ലേസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഇൻഫോം ചെയ്യുക. താങ്ക് യു. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് റമീസ എന്നാണ്. ഞാൻ സ്റ്റുഡൻറ്റ് കോർഡിനേറ്ററാണ്. അപ്പോൾ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന ബാച്ചിൽ കുറച്ച് 2-3 സ്റ്റുഡൻസ് വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരെയും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് ദൂരത്തുനിന്ന് സ്റ്റുഡൻസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. അപ്പം എല്ലാവരും ഒരു ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. താങ്ക് യു ഓൾ. കുറച്ച് കോർഡിനേറ്റേഴ്സും കൂടെ ഉണ്ട്, അവർ കുറച്ച് ബിസിയാണ്. നിങ്ങളുടെ തന്നെ കാര്യങ്ങളുമായിട്ട് ബിസി ആയതുകൊണ്ടാണ് അവർക്ക് വരാൻ പറ്റാത്തത്. പിന്നെ ഇതല്ലാണ്ട് ഫാക്കൽറ്റീസ് ഉണ്ട് നമ്മുടെ ടീമിനകത്ത്. വേറെ SAP മെൻറ്റർ, സോഫ്റ്റ്വെയർ പ്രൊജക്ട് മെൻറ്റർ, അങ്ങനെ വേറെ കുറേ ആൾക്കാരുണ്ട്. ബട്ട് ഇന്ന് ഇവിടെ വരാൻ പറ്റിയത് വളരെ കുറച്ച് പേർക്കാണ്. സോ അവൈലബിൾ ആയിട്ടുള്ളതാണ് നിങ്ങളുടെ അടുത്തൊന്ന് ജസ്റ്റ് ഇൻട്രാക്ട് ചെയ്തത്. ആൻഡ് ഇനി പ്ലേസ്മെൻറ്റ് ഓഫീസർ ആൻഡ് പ്ലേസ്മെൻറ്റ് ടീം വരും. നിങ്ങളായിട്ടൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷന് വേണ്ടി, ഒരു ഇൻട്രാക്ഷന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ റിഗാർഡിങ് പ്ലേസ്മെൻറ്റ് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കാം, ഇൻട്രാക്ട് ചെയ്യാം. സോ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്സും കൂടെ വേണം നമുക്ക്. കാരണം ഓഫ്ലൈൻ CPD നിങ്ങൾക്ക് അറിയാം, CPD സെഷൻസ് ഓൺലൈൻ ഉണ്ട്, എല്ലാ മാസവും ഉണ്ട്. UAE വെച്ച് ഓഫ്ലൈനായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ ഇത് ഓഫ്ലൈനായിട്ട് നാട്ടിൽ വെച്ച് നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ മന്ത്ലിയും CPD ഉണ്ട്, ഏതൊരു ഓഫ്ലൈൻ ഓർ ഓൺലൈൻ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സെഷൻ്റെ ഫീഡ്ബാക്ക് കൂടെ നമുക്ക് കിട്ടണം. ഇനി ഇത് ബെറ്റർ ആക്കണമെന്നൊക്കെ അറിയാം. ഇന്നിപ്പോൾ നിങ്ങളെ ഓഫ്ലൈനായിട്ട് ഇങ്ങോട്ട് വരുത്തിയതുകൊണ്ടാണ് നമ്മൾ ഇൻ്റർവ്യൂവിൻ്റെ ഒരു സെഷനൊക്കെ തന്ന് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തത്. അപ്പം അതുപോലെ ഇന്നത്തെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു, ഹൗസ് CPD എങ്ങനെയുണ്ട്, അത് കഴിഞ്ഞുള്ള സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെയുണ്ട് നമ്മുടെ ഓഫീസിലോട്ട് വന്നിട്ടുള്ള നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണാൻ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കാണില്ല. കാരണം ഞാൻ നിങ്ങളുടെ പിന്നാലെ നടന്ന് ഞാൻ എൻ്റെ ടീമിനെയും വിട്ട് പിന്നാലെ നടന്ന് തിരക്ക് കൂട്ടി നിങ്ങളിങ്ങനെ എത്തിച്ചായിരുന്നു. അപ്പോൾ ഈ ഒരു ഫ്ലോർ എൻ്റയർ നമ്മുടെ ഓഫീസാണ്. ഇതിൻ്റെ മുകളിലെ ഫ്ലോറിൽ ഒരു ഹാഫ് നമ്മുടെ ഓഫീസാണ്. നിങ്ങൾ മുകളിൽ ഫുഡ് കഴിക്കാൻ, അതിൻ്റെ മേളിലെ ഫ്ലോറാണ് നിങ്ങൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ പിന്നെ ടീമിൽ കുറേ പേരൊക്കെ നിങ്ങൾ കണ്ടു കാണും. നമ്മുടെ ഈ ക്യാമറ ഇതൊക്കെ ഡീൽ ചെയ്യുന്നതൊക്കെ നമ്മുടെ ഇൻറ്റേർണൽ ടീമാണ്, ഇതൊന്നും എക്സ്റ്റേണൽ അല്ല. കംപ്ലീറ്റ്ലി ഈ ടീം. പിന്നെ അതേ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത് ടയർഡായിട്ടിരിക്കുന്ന രസ്നാസ് നമ്മുടെ ടീമാണ്. ഫാസിൽ, അമൃതാനന്ദ്, ഇതൊക്കെ നമ്മുടെ ടീം തന്നെയാണ്, ഇൻറ്റേർണൽ ടീമാണ് ഇവരെല്ലാവരും. പ്ലസ് വേറെ കുറേ പ്രൊജക്ട് കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള നസ്ല ആൻഡ് സന്നിത, ഇവരൊക്കെ ഇങ്ങനെ പ്രോഗ്രാമിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരാണ്. പക്ഷേ നിങ്ങളായിട്ട് ഒരു തരത്തിലും ഇൻട്രാക്ട് ചെയ്യാത്ത ആൾക്കാരാണ്, സ്റ്റുഡൻസുമായിട്ട് കണക്ഷൻ ഇല്ലാത്തതാണ്. പിന്നെ കോർഡിനേറ്റേഴ്സിൻ്റെ ഹെഡായിട്ടുള്ള അക്കാഡമി ഹെഡായിട്ടുള്ള അഭിഷ മാം ഒക്കെ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടിലുള്ള ആൾക്കാരാണ്. അഭിഷ മാമിനെ നിങ്ങൾ ഒരു തരത്തിൽ ഇൻട്രാക്ട് ചെയ്യുന്നത്, നിങ്ങളുടെ കംപ്ലയിൻസും അല്ലാണ്ട് കയറി വരുമ്പോഴായിരിക്കും അഭിഷ മാം വരുന്നത്. നോർമൽ കംപ്ലയിൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് കോർഡിനേറ്റേഴ്സ് ആയിരിക്കും. ഇപ്പം ഇങ്ങനെ ഒരു എൻറ്റയർ ടീം ഇവിടെ ഉണ്ട്. പിന്നെ ഡയറക്ടേഴ്സ് നിങ്ങൾ ഓൾറെഡി പരിചയപ്പെട്ടു. അല്ല, എങ്ങനെയുണ്ട് നമ്മുടെ ടീം? അടിപൊളിയല്ലേ? യെസ്. സോ അപ്പോൾ ഇനി വിളിച്ചു കഴിഞ്ഞാൽ വരുമോ? എന്തായാലും വരും. ഉറക്കം വരുന്നുണ്ടല്ലോ, ഒന്ന് എഴുന്നേറ്റ എല്ലാവരും. വിളിക്കാം. ഓ, അതാണോ ടെൻഷൻ? ഇവിടെ ഇനി ആരൊക്കെ എണീക്കാണല്ലോ? പ്രഭ പ്രായമായി, ഇങ്ങോട്ട് പൊന്തുന്നില്ല അല്ലേ? റിലാക്സ്ഡ് ആയില്ലേ? ഒന്ന് കൈയും കാലൊക്കെ ഒന്ന് കുടഞ്ഞൊക്കെ ഇരിക്കുന്നോ? ഓക്കെയാണ്, നല്ല ഉറക്കം കിട്ടി.
ഓ അതിലൊക്കെ രണ്ടുറക്കം കഴിഞ്ഞ് എണീറ്റ് വന്നിരിക്കുക ആണോ? ഒക്കെ പെട്ട് കാണും കേട്ടോ, യൂട്യൂബിലൊക്കെ ഇരുന്ന ആൾക്കാരെ കണ്ടു കാണും. ഇരുന്നോ യെസ് സിറ്റ് ഡൗൺ. യെസ്, അപ്പം നമുക്കിനി പ്ലേസ്മെന്റ് ഓഫീസർ വരും. അത് കഴിഞ്ഞ് നമുക്ക് ഫീഡ്ബാക്സ് എടുക്കാം. നിങ്ങളൊക്കെ ഫീഡ്ബാക്സ് ഒക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമുക്കൊരു നന്ദി ഇപ്പം തന്നെ അങ്ങ് പറയാമല്ലേ? എന്തിനാ ടൈം കളയുന്നല്ലേ? സോ ഓൾറെഡി പലതവണ ഞാൻ താങ്ക്സ് പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ ടീം സ്പെഷ്യൽ ബാക്കി എല്ലാവരോടുള്ള താങ്ക്സ്